ഓം ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദ ഏതൽകഥാപ്രകാശേന മതജ്ഞാനം വിനാശയാം. വന്ദേ നന്ദൗവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുരീരയേത്. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ഹരേ കൃഷ്ണ. നാരദ മഹർഷി ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുടെ കഷ്ടം തീർക്കാൻ വേണ്ടി പുറപ്പെട്ടു. എന്തുകൊണ്ട്? അദ്ദേഹം ഹരിദാസ വരിഷ്ഠനായതുകൊണ്ട്, ഭഗവത് ഭക്തന്മാരിൽ ഉത്തമോത്തമനും അഗ്രഗണ്യനുമായതുകൊണ്ട്. ഒരു ആദർശത്താൽ പ്രചോദിതരായ ആൾക്കാർ മാത്രമേ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉത്സാഹഭരിതരായിട്ട് പ്രവർത്തിക്കുള്ളൂ, ജീവിതം ഒഴിഞ്ഞു വയ്ക്കുള്ളൂ. ശരിയല്ലേ? ഏതെങ്കിലും ഒരു ഒരാശയത്താൽ ഒരാദർശത്താൽ ഇൻസ്പയർഡ് ആവണം. പിന്നെ അയാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എല്ലാ മഹാത്മാക്കളുടെയും പ്രവർത്തി നോക്കൂ. നമുക്കൊന്നും ഒരു ഈസി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് സമയം നഷ്ടപ്പെടുന്നൊന്നും ചെയ്യാത്തതുകൊണ്ടൊന്നും നഷ്ടബോധം തോന്നണില്ല. പക്ഷേ ഈ മഹാന്മാർക്ക് അങ്ങനെയല്ല. വെറുതെ സമയം നഷ്ടപ്പെടുത്താൻ പറ്റില്ല അവർക്ക്. അവർ ഏതൊരു ആദർശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു മൂല്യത്തിന് വേണ്ടി ജീവിക്കുന്നോ അതിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് സദാ പ്രവർത്തി നിരതരായിരിക്കുന്നു അർത്ഥം അല്ലേ? ശുഗമഹർഷി ഭാഗവതത്താൽ പ്രചോദിതനായി നിർഗുണബ്രഹ്മനിഷ്ഠൻ ബ്രഹ്മജ്ഞാനി ജന്മനാഥനജ്ഞാനി. ആ നിർഗുണബ്രഹ്മത്തിൽ അങ്ങനെ നിർവികൽപ്പ സമാധിയിലിരിക്കുന്ന അദ്ദേഹം ഭഗവാന്റെ ഗുണഗണങ്ങൾ, കൃഷ്ണന്റെ ലീലകൾ, വിഷം കൊടുത്ത അമ്മിഞ്ഞയുടെ രൂപത്തിൽ വിഷം കൊടുത്ത കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും മോക്ഷം കൊടുത്തു. പൂതനയ്ക്ക് മാത്രമല്ല, പൂതനയുടെ കുടുംബത്തിന് മുഴുവൻ, പൂതനയുടെ സഹോദരങ്ങൾക്കടക്കം. ആ വർണ്ണന കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകർഷിക്കപ്പെട്ടു. നിർവികൽപ്പ സമാധി അഴിഞ്ഞു വന്നു, ഉണർന്നു വന്നു. ബർഹാപീഠം നടവരവു കർണയോ കർണികാരം എന്ന് തുടങ്ങുന്ന ആ ഭഗവാന്റെ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള വർണ്ണന അതും കൂടി ആയതോടുകൂടിയോ പിന്നെ അതിന് ഇരിക്കപ്പുറയില്ലാണ്ടായി. ഉടനെ ഈ വ്യാസശിഷ്യന്മാരാണ് പോയി പാടിയത്. എടുത്തു ചോദിച്ചു, ഇതെവിടുന്ന? അപ്പം അവർ പറഞ്ഞു, ഇതൊരു എന്താ പറയാ, ഒരു ഡ്രോപ്പ് ഇത്രയുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് എത്രയുണ്ടാവും അല്ലേ? സമുദ്രം പോലെയാണ് ഭാഗവതം. എന്നിട്ടാണ് ഈ 2 ശ്ലോകമാണ് വേദവ്യാസ മഹർഷി ശുഗബ്രഹ്മർഷി നിർവികൽപ്പ സമാധിയിൽ ഉണർത്തി ഭാഗവതം പഠിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ്. എന്നിട്ടാണ് വ്യാസമഹർഷിയുടെ അടുത്ത് വന്നിട്ട് ഭാഗവതം പഠിച്ചത്. പിന്നീടോ നിരന്തരം ഭാഗവതം ആലപിച്ചുകൊണ്ടേ ഇങ്ങനെ സഞ്ചരിക്കുക അല്ലേ? ശ്രീനാരദനോ കഴിഞ്ഞ ഇനം ദാസീപുത്രനായിരുന്നു. ശരിയല്ലേ? അവഗണനയോടുകൂടി അവജ്ഞയോടുകൂടി ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും അന്യൻ്റെ വീട്ടിലെ വേല ചെയ്യുന്ന ആ അമ്മയുടെ പുത്രന് എത്രത്തോളം ഉണ്ട് സ്വാതന്ത്ര്യം? അങ്ങനെ കഴിഞ്ഞുകൂടിയ കുട്ടി അല്ലേ? ആ കുട്ടി ഏതോ ജന്മ സുഹൃതം കൊണ്ട് 4 മാസം സജ്ജനങ്ങളെ പരിചരിക്കാനും ആ സജ്ജനങ്ങളിൽ നിന്ന് ഭഗവാന്റെ മഹിമകൾ കേൾക്കാനും ഇടവന്നു. അങ്ങനെ ആ ഭക്തിയുടെ മഹത്വം അറിയും അനുഭവിക്കുകയും ചെയ്തു.
ആ ജന്മത്തിൽ തന്നെ ഭഗവത് ദർശനവും ഉണ്ടായി. അതുകൊണ്ടെന്തായി? ആ ജന്മം മുഴുവൻ ഭഗവാന്റെ മഹിമകൾ പാടി നടന്നു. അടുത്ത ജന്മം നാരദരായപ്പോഴോ ദാ ഭഗവാന്റെ മഹിമ പാടി ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരത്തൊക്കെ നാരദർ വരിക. എന്തിനാ? അവർക്കൊക്കെ ശാന്തിയുടെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ മാർഗം ഭഗവത് ഭജനം, ഭഗവത് നാമസങ്കീർത്തനം, ഭഗവത് കഥാശ്രവണം, അതിലൂടെ ഭഗവത് ഭക്തി വളർത്തി ഭഗവാന്റെ പാതാരവിന്ദങ്ങളെത്തി കൃതാർത്ഥമാക്കൂ ജീവിതം എന്ന് പറഞ്ഞ് നാരദൻ ഇങ്ങനെ ജീവിതം സമർപ്പിച്ചു. ഇങ്ങനെയാണ് എല്ലാവരും മഹാന്മാർ. അപ്പോൾ ആ ഭക്തിയുടെ കഷ്ടം കണ്ടപ്പോൾ നാരദന് സഹിച്ചില്ല, അല്ലേ? ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചു. തൻ്റെ അറിവനുസരിച്ച് ഒക്കെ ചെയ്തു. ഗീത ചൊല്ലി, ഗീതാ ശ്ലോകം ചൊല്ലി, ഉപനിഷത്ത് ശ്ലോകം ചൊല്ലിയൊക്കെ കാതിൽ വിളിച്ചു. പക്ഷെ അതിൽ ഉണർന്നില്ല. അപ്പം അശരീരി ഉണ്ടായി. സൽക്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചു. സൽക്കർമ്മം ഏതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സജ്ജനങ്ങളായ മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ കയറി ഇറങ്ങി. പക്ഷെ ആർക്കും ഈ സത്സംഗം ഏതെന്ന് അറിയണില്ല. അവസാനമാണ് തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനോട് തന്നെ ആ സൽക്കർമ്മം ഏതെന്ന് അറിഞ്ഞ് അതനുഷ്ഠിച്ച് ഈ ഭക്തിക്ക് കഷ്ടം തീർക്കണം, ഈ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും അർത്ഥയ്ക്ക് നീങ്ങി യൗവനമുണ്ടാക്കണം. പോരാ, ഇവരെ 3 പേരെയും ഗേഹേ ഗേഹേ ജനേ ജനേ, ഓരോ മനുഷ്യരുടെ മനസ്സിലും ഓരോ ഗൃഹത്തിലും പ്രതിഷ്ഠാപനം ചെയ്യണം എന്ന് ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് നാരദൻ ദാ സഞ്ചരിക്കുക. ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നോക്കും വേണ്ടേ? നല്ല നമ്മുടെ ജീവിതത്തിന് ഒരു പ്രേരണ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഉത്സാഹം ഉണ്ടാവില്ല, ഏസിയായിട്ട് ആലസ്യം ഉണ്ടാവും എപ്പോഴും. ശരിയല്ലേ? സദാ നിരന്തരം എന്താ പറയുക, വളരെ ആക്റ്റീവായിട്ടിരിക്കണം നമ്മൾ. നാരദ മഹർഷി അപ്പോഴാണ് സനകാദി മഹർഷിമാരെ കണ്ട് ബദരിയിൽ തപസ് ചെയ്യാൻ പോയപ്പോൾ മഹർഷിമാരെ അവരെ കണ്ടപ്പോൾ തന്നെ കൃതാർത്ഥരായി സന്തോഷമായിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു, അല്ലേ? ചോദിച്ചു നാരദൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അപ്പോഴാണ് ഈ കഥയൊക്കെ പറഞ്ഞത്. ഇതിനുള്ള മാർഗം മുമ്പേ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ, മഹാന്മാർ പറഞ്ഞ് ഇവിടെ വച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഗുരുനാഥന്മാരെ കാണാനാണ് ഭാഗ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു, എന്താണ് അത് സൽക്കർമ്മം? വേറൊന്നുമല്ല, ജ്ഞാനയജ്ഞമാണ് ആ സൽക്കർമ്മം. പക്ഷേ വേദാന്തശാസ്ത്ര വിചാരമല്ല. പിന്നെയോ ഭാഗവതം, ശ്രീമദ് മഹർഷി വേദവ്യാസ മഹർഷി എഴുതും ശുകമഹർഷി പാടിയതുമായ ശുകപരീക്ഷി സംവാദ രൂപേണയുള്ള ശ്രീമദ് ഭാഗവതമാകുന്ന ജ്ഞാനയജ്ഞം. ഭാഗവതം ജ്ഞാനയജ്ഞം തന്നെയാണ്. പക്ഷെ ഭാഗവതത്തിലൂടെ ജനഹൃദയത്തിൽ ആദ്യം ഭക്തിയാണ് ഉളവെടുക്കുക. നാരദന് ഭാഗവതം ഉപദേശിച്ചു അച്ഛൻ ബ്രഹ്മാവ്. എന്നിട്ട് പറഞ്ഞു, യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മനി അഖിലാധാരേ ഇത് സങ്കല്പ്യവർണ്ണയാന്ന് പറഞ്ഞ. സകലചരാചരങ്ങൾക്കും ആധാരഭൂതനായി സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയിൽ എൻ്റെ ഈ പ്രഭാഷണം കേട്ടിട്ട് ആൾക്കാർക്ക് ഭക്തി ഉണ്ടാവണേന്ന് സങ്കല്പിച്ചും പ്രാർത്ഥിച്ചും ഇതിനെ പ്രചരിപ്പിക്കൂ ഉണ്ണി എന്നാണ് പറഞ്ഞത്, ബ്രഹ്മാവ് പറയണത്. അതാണ് നാരദൻ ചെയ്തത് പിന്നീട്. അപ്പോൾ ആ ഭക്തിക്ക് മുഖ്യത്വം, മുൻതൂക്കം. ഭക്തി കൊണ്ട് വിരക്തിയും, ആ വിരക്തി കൊണ്ട് ശുദ്ധമായ മനസ്സിൽ ആത്മാനുഭവമാവുന്ന ജ്ഞാനവും ഉണ്ടാകും. അങ്ങനെ ഈ ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ സമയത്താണ് നാരദ മഹർഷിക്ക് സംശയം. നാരദ മഹർഷിയുടെ സംശയം നാം പറഞ്ഞു, സാധാരണ വേദാന്തികൾക്ക് ഉണ്ടാകാവുന്ന സംശയമാണ്. എന്താ? വേദാന്തികൾ ഈ പുരാണത്തിനൊന്നും അത്രയും കൂടി പ്രാധാന്യം കൽപ്പിക്കണില്ല. പിന്നെ പല ആൾക്കാരും പറഞ്ഞത് ഈ ശങ്കരാചാര്യസ്വാമികൾ വിഷ്ണു പുരാണത്തെ ഹോട്ട് ചെയ്തിട്ടുണ്ട്, പല പുരാണങ്ങളെയും തൻ്റെ ഭാഷ്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഭാഗവതത്തെ ഒരിക്കലും തൊട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ഭാഗവതത്തിനെ ചെയ്യാം. ശങ്കരാചാര്യർ കൈവച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭാഗവതം എന്തോ ചില ആൾക്കാരുടെ വിചാരം എങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ വരും. അപ്പോൾ അങ്ങനെയല്ല. വേദത്തിനേക്കാളും വേദാന്തത്തെക്കാളും ദശോപനിഷത്തിനേക്കാളും മേലെയാണ് ഭാഗവതം എന്നാണ് ആര് പറയണത്? സനകാദികൾ പറയണ നത്തം. അപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, ഈ സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവേ? ഇവിടെ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മഹർഷിമാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരുടെ ഒരു സമ്പ്രദായം എന്താ? നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാകാം, ഒരു പക്ഷേ നമുക്കത് ചോദിക്കാൻ അറിയില്ലായിരിക്കും, അതെങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ആ സംശയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അവതരിപ്പിച്ചുകൊണ്ട് അതിന് ഉത്തരം പറയും. ചോദ്യോത്തര രൂപേണയാണ് അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ മുഴുവനും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്താ നമ്മുടെ സംശയം ഉണ്ടാവുക? ഉപനിഷത്ത് പഠിച്ചു, ഗീത പഠിച്ചു, ബ്രഹ്മസൂത്രം പഠിച്ചു,
ഇത് പഠിച്ചാൽ പ്രസ്ഥാനത്രയം മുഴുവായി കഴിഞ്ഞു അല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടും ഒരാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായില്ല, വിഷയങ്ങളിലുള്ള ആസക്തി പോയതുമില്ല, എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അല്ല, ഇയാൾ ഈ പ്രസ്ഥാനത്രയൊക്കെ പഠിച്ചു, ഈ പ്രസ്ഥാനത്രയം പഠിച്ചിട്ട് ഉണ്ടാവാത്ത ജ്ഞാനവൈരാഗ്യങ്ങൾ ഈ കഥാരൂപത്തിലുള്ള ഭാഗവതം കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ വേറെ തിരിച്ചാൽ ഇങ്ങനെ ചോദിക്കാം, നേരിട്ട് തത്വം ഉപദേശിച്ചു എന്നിട്ടും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ കഥാരൂപത്തിൽ പറയുന്ന ഈ ഭാഗവതം കേട്ടുണ്ടാവുമോ? വേദാന്ത ഘോഷൈശ്ച ഗീതാപാഠൈ പ്രബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ടത്രികം തുയത്. വേദങ്ങളെയും വേദാന്തം എന്നൂടെ പറഞ്ഞ ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾ പ്രധാനം, ആ ഉപനിഷത്തുകളെയൊക്കെയും ഉപദേശിച്ചു കൊടുത്തു, ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടും ഈ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഉണർവുണ്ടായില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ശ്രീമദ് ഭാഗവത ലാഭ തത് കഥം ബോധമേഷതി? ഭാഗവത കഥ കൊണ്ട് അവർക്ക് ഉണർവുണ്ടാവുക, അവരെ കഷ്ടം തീരുക. തൽക്കഥാസുത് വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. സംശയമില്ല, എന്താണ് ശ്രീമദ് ഭാഗവത്തിലെ പ്രതിപാദ്യ വിഷയം? പറഞ്ഞല്ലോ, ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദാർത്ഥത്തെ ഉപബൃംഹണം ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ? വേദാർത്ഥത്തെ വിസ്തരിക്കുകയാണ്. വേദത്തിന്റെ ലക്ഷ്യം തന്നെയാണ് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ലക്ഷ്യം, പ്രതിപാദ്യ വിഷയം. വേദത്തിൽ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും പറഞ്ഞു. ലക്ഷ്യം പരമസത്യ സാക്ഷാത്കാരം, അതിന് ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു. മാർഗം ധർമ്മമാണ്. അപ്പൊ ഇതന്നെയാണ് ഭാഗവതത്തിലും പറയാനുള്ളത്, രാമായണത്തിലും പറഞ്ഞേക്കണത്, ഭാരതത്തിലും പറഞ്ഞേക്കണത്. പക്ഷെ വ്യത്യാസം കണ്ടു നമ്മളല്ലേ? ഭാരതത്തില് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് അർത്ഥകാമങ്ങൾക്കുള്ള ഉപായമായിട്ടാണ്. പണം സമ്പാദിച്ച് ഭോഗങ്ങൾ അനുഭവിക്കാൻ ധർമ്മം അനുഷ്ഠിച്ചോളൂ എന്നാ പറഞ്ഞത്, മോക്ഷത്തിനുള്ള ഉപായമായിട്ടല്ല. ആ ധർമ്മത്തെ വെടിഞ്ഞ് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച കൗരവന്മാരുടെ നാശം കണ്ടു ഭാരതത്തില്. ഇതൊക്കെ നമ്മളെ തന്നെ ചിന്തിപ്പിക്കാൻ വേണ്ടി വേദവ്യാസ മഹർഷി എഴുതി വെച്ചിരിക്കുക. എന്നാൽ ധർമ്മഗ്രഹനായ ഭഗവാനെ ആശ്രയിച്ചു, ധർമ്മത്തെ മുറുകി പിടിച്ചുകൊണ്ട് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച പാണ്ഡവന്മാരുടെ ദുഃഖവും കണ്ടു. അവർ ധർമ്മത്തിലൂടെയൊക്കെ നേടിയത്, പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടായില്ല. ഭാഗവത്തിൽ വന്നപ്പോഴോ ധർമ്മം അർത്ഥകാമങ്ങൾക്കുള്ള ഉപായമായിട്ടല്ല, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവതർപ്പണമായി എല്ലാ സ്വധർമ്മകർമ്മങ്ങളും അനുഷ്ഠിക്കൂ. ആ ഭഗവത് പ്രീതിയാണ് മുഖ്യം. അതിൻ്റെ ഫലമായിട്ട് ഭക്തി ഉണ്ടാകും. അങ്ങനെ മനസ്സ് ശുദ്ധമായാൽ ആ ഭഗവാനെ തന്നെ സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപനായ എല്ലാവരിലും ഉണ്ട് ഭഗവാൻ. ആ ഭഗവാനെ സാക്ഷാത്കരിച്ച് അനുഭവിക്കാം. ആ പരമസത്യ സാക്ഷാത്കാരം, ബ്രഹ്മാനുഭൂതി, ജീവൻ മുക്താവസ്ഥ കൈവരിക്കാം. എന്നാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിന് സവിശേഷതയുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പൊ പറഞ്ഞു ചോദിക്കുന്നത്, ഭാഗവതത്തിൽ എന്താ പറഞ്ഞത്? തത് കഥാസു, ഭഗവത് കഥകളിലൂടെ അല്ലെങ്കിൽ ആ ശ്ലോകങ്ങളിലൊക്കെ എന്തിനാ പറഞ്ഞത്? വേദാർത്ഥം തന്നെയാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് കഥാരൂപത്തിലാണെന്ന് മാത്രം. അപ്പോൾ ഈ സംശയം, ചിന്തന്തു സംശയം, ഇങ്ങനൊരു സംശയം എനിക്കുണ്ട്. നിങ്ങൾ അമോഘ ദർശന, നിങ്ങൾ പരമജ്ഞാനികളാണ്, ശരണാഗത വത്സലാഹ, ശരണാഗതന്മാരിൽ കരുണയുള്ളവരുമാണ്. അതുകൊണ്ട് ഈ സംശയം സാമാന്യമായ സംശയമല്ല, പ്രബലമായ സംശയമാണ്. ആർക്ക് ഈ പ്രബലമായ സംശയം ഉണ്ടാവും? സാധാരണക്കാരനൊന്നും ഉണ്ടാവില്ല. കുറച്ച് വേദാന്ത ശാസ്ത്രം പഠിച്ചവർക്കാണ് ഈ ഭാഗവതത്തിൽ അതോ എന്ത് എന്ന് സംശയം ഉണ്ടാവും. ഇനി ഭാഗവതം കേൾക്കണത്, ഇനി ഭാഗവതം പഠിക്കണത് എന്ന് ഒക്കെ സംശയം ഉണ്ടാവും. അപ്പൊ തനകുമാര മഹർഷി അതിൻ്റെ മഹിമ എടുത്തു പറഞ്ഞു. എന്താ? വേദോപനിഷതാം സാരാജാതാ ഭാഗവതീ കഥാം അത്യുത്തമാ തഥോഭാതി പൃഥക്ഭൂത ഫലോന്നതി. പറയണു, ഈശകേന കടപ്രശ്നമുണ്ട മാണ്ഡൂക്യ തിത്തരി, ഇങ്ങനെ തുടങ്ങിയിട്ട് തൈത്തിരീയം, ചാന്തോക്യം, ബൃഹദാരണ്യകം, ശ്വേതാശ്വേതരം, ഇങ്ങനെയൊക്കെയുള്ള ഉപനിഷത്തുകളുണ്ടല്ലോ. ഈ ഉപനിഷത്തുക്കളുടെ മുഴുവനും എസൻസാണ് ഭാഗവതം. അപ്പം മഹിമയില്ലേ? ഇതിന്റെ മുഴുവൻ സാരാൽ സമുദ്രം, സാരമാണ്. അതുകൊണ്ട് തന്നെ അത്യുത്തമാ ഭവതി, അതിനേക്കാളും ഉത്തമമാണ്. ഫലത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗവത്തിന്റെ മഹിമ കൂടുതലായി നർത്ഥം, ഔന്നത്യം കൂടുതലായി നർത്ഥം. അതെന്താ? സമസ്ത വേദ സാരസംഗ്രഹമാണ് ഭാഗവതം.
ഇപ്പോൾ ഉപനിഷത്തിൻ്റെ സാരമാണ് ഭാഗവതെങ്കിൽ ഭാഗവതം മോശമാവോ? ഇല്ല. ഇനി ഉദാഹരണങ്ങളെ കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം സാധാരണക്കാരനല്ലേ പറയണു, ഒരു വൃക്ഷം ഉണ്ടെന്നിരിക്കാം, ആ വൃക്ഷത്തിൻ്റെ ആമൂലാഗ്രം രഹസ്തിഷ്ഠേ, ആ വൃക്ഷത്തിൻ്റെ ശാഖോപശാഖകളിലും വേരിലും തണ്ടിലും കൊമ്പിലും ഒക്കെ അതിൻ്റെ രസം വ്യാപിച്ചിരിക്കേണ്ടത്. പക്ഷേ ആ മരത്തിൽ വ്യാപിച്ചിരിക്കുന്ന രസം അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? അത് അനുഭവിക്കണമെങ്കിലോ അത് ഒരു പൂത്ത് കായായി പഴുത്ത് നല്ലൊരു പഴമായി വരണം, എന്നാലും നമുക്ക് അനുഭവിക്കാൻ പറ്റുക. മരത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് ആ മാവിൻ്റെ രസമെങ്കിലും, മരത്തിൻ്റെ രസമെങ്കിലും പഴമായി വന്നാലേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ വേദങ്ങളെ നമുക്കൊരു കൽപ്പവൃക്ഷത്തോട് ഉപമിക്കാം. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലുണ്ടായ മൂത്തു പഴുത്ത നല്ലൊരു പഴമാണ് ഭാഗവതം. നിഗമ കൽപ്പതരോർ ഗളിതം ഫലം. നിഗമങ്ങൾ വെച്ച വേദങ്ങൾ, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലുണ്ടായ മൂത്തു പഴുത്തൊരു പഴം, അതും ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ശുഖമുഖത്തുനിന്ന് വീണതാ, ഭൂമിയിലേക്ക് ഒഴുകി വന്നതാ. ശുഖം എന്നുള്ള രണ്ടർത്ഥം, ഒന്ന് ശുഖബ്രഹ്മർഷി എന്നർത്ഥം, മറ്റൊന്ന് ശുഖം തത്ത എന്നർത്ഥം. വാടിയ പഴം തത്ത കൊത്തില്ല, നല്ല മൂത്ത് പഴുത്ത് സ്വാദിഷ്ടമായത് തത്ത കൊത്തുള്ളൂ. അപ്പം തത്ത കൊത്തി വീണ പഴത്തിന് സ്വാദ് ഏറുന്നു, മനസ്സിലായോ? ഇതുമാതിരി ഈ തത്തയെ മാതിരി ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവനും വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വേറെ സാരമായ സർവേശ്വരനെ അമ്മയുടെ ഉള്ളിൽ വെച്ച് സാക്ഷാത്കരിച്ച് ബ്രഹ്മജ്ഞനായി ജീവൻ മുക്തനായി പുറത്തേക്ക് വന്ന ആളാണ് ശുകാചാര്യൻ. സാധാരണ മഹർഷിമാരെ മാതിരിയല്ല. ഭൂമിയിൽ ജനിച്ച് സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് യോഗ ധ്യാന സമാധികളൊക്കെ അഭ്യസിച്ച് സാക്ഷാത്കാരം നേടിയ ആൾക്കാരെ കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല ശുകാചാര്യൻ. പിന്നെയോ ജന്മനാ ബ്രഹ്മജ്ഞാനി. അങ്ങനെയുള്ള ആ ബ്രഹ്മജ്ഞാനിയാണ് ഈ ഭാഗവതം ലോകത്തിന് ഉപദേശിച്ചത്. അപ്പോൾ അതിന് സവിശേഷതയില്ലേ? മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടി പഠിക്കാം, മോക്ഷപര്യന്തം അപ് ടു മോക്ഷം, ലിബറേഷൻ, ഇതൊക്കെ പഠിക്കാം. മോക്ഷം കിട്ടിയ പിന്നെ എന്താ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാലോ ഭാഗവതം മോക്ഷം കിട്ടിയിട്ടും മോക്ഷത്തിന് ശേഷവും ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ്. മോക്ഷാവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ഒരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം മാത്രമാണ്. അതിൻ്റെ തെളിവാണ് ജന്മനാ ജീവൻ മുക്തനായ ശുകാചാര്യൻ ഈ ഭാഗവതം പാടി നടക്കണമെന്ന് പറയുന്നത്. അതായത് സക്തനെയും വിരക്തനെയും ആസക്തനെയും വിരക്തനെയും ഭോഗിയെയും യോഗിയെയും മുക്തനെയും എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്, ആനന്ദിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സവിശേഷത ഭാഗവതത്തിനല്ലാതെ വേറെ ഏതിനുള്ളത്? അതെ. അപ്പോൾ തത്ത കൊത്തിയിടണം. പോരാ, സാധാരണ പഴത്തിന് തൊലി ഉണ്ടാവും, കുരു ഉണ്ടാവും കളയാൻ, അല്ലേ? ഇതൊന്നുമില്ല. അമൃതദ്രവ സംയുതം എന്നാണ്. അമൃതരസം ആണ് അത്. അമൃതത്വാനുഭൂതിയെ നമുക്ക് തരും, അമൃതാനുഭൂതിയെ. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം പിബത, കുടിക്കൂ എന്നാണ് പറഞ്ഞത്. ഭാഗവതം രസം ആലയം. ഏതുവരെ? നമ്മെ വിസ്മരിച്ച് ആ പരമാനന്ദാനുഭൂതിയിൽ ലയിക്കുന്നവരെ. ലയിച്ചാലും ആവാം. അങ്ങനെയുള്ള ഒരു പഴമാണ് ഈ ഭാഗവതം. അപ്പോൾ മറ്റ് ഉപനിഷത്തിനേക്കാളും ഒരുപടി മഹിമ കയറും ഭാഗവതത്തിന്. എന്താ? ഉപനിഷത്തുക്കളൊക്കെ മരാണെങ്കിൽ അതിലെ മൂത്ത് പഴുത്ത പഴമാണ് ഭാഗവതം, ഉപനിഷസാരം എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞു. യഥാ ദുഃഖേ സ്ഥിതം സർപ്പിഹി ന സ്വാദായ ഉപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ദിവ്യം ദേവാനാം രസവർദ്ധനം. നെയ്യുണ്ട് പാലില്, പക്ഷേ നെയ്യിൻ്റെ ഉപയോഗത്തിന് പാല് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? പാലിൽ മുഴുവൻ നെയ്യുണ്ടെങ്കിലും ആ പാലിലുള്ള നെയ്യ് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെല്ലാം പ്രോസസ്സ് ഉണ്ട്, അല്ലേ? അതിനെ കാച്ചണം, പറയിടണം, കടയണം, വെണ്ണ എടുക്കണം, ആ വെണ്ണ ഉരുക്കണം. എന്നാലോ നെയ്യായാലോ നെയ്യ് ദേവന്മാർക്ക് പോലും അമൃതാണ്. നെയ്യിന് അമൃതം എന്ന് പേരുണ്ട്. എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഹോമം ചെയ്യണമെങ്കിൽ ഒരു പാക്കറ്റ് കുറച്ച് പാല് കൊണ്ടു കൊടുത്തു. അത് പാല് ഹോമിക്കും ചില ഹോമങ്ങളിൽ, പക്ഷേ നെയ്യ് ഹോമിക്കാൻ പറ്റും, സമാനാവുമോ? ഇല്ല. വിളക്ക് കത്തിക്കണം, കുറച്ച് പാല് കൊണ്ടു കൊടുത്താൽ അതിൽ നെയ്യുണ്ട്, എടുത്ത് ഹോമിച്ചോളൂ, കത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ.
എന്നാൽ നെയ്യായിട്ട് കാച്ചി ഉരുക്കി ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലോ ചോറിൽ ഒഴിച്ച് വിളമ്പാം, അവസരിച്ച് കഴിക്കാം, വിളമ്പാം, നെയ്യ് വിളക്ക് കത്തിക്കാം, ഹോമം ചെയ്യാം, എല്ലാത്തിനും പറയപ്പെടും അല്ലേ. അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ ആ പാലാണെങ്കിൽ ആ പാല് കടഞ്ഞ് വെണ്ണയാക്കി അത് ഉരുക്കി വച്ചിരിക്കുന്ന നെയ്യിന് സമാനമാണ് ഭാഗവതം എന്ന്. അപ്പോൾ വിശേഷത കൂടില്ലേ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. ഇനി അടുത്ത ഉദാഹരണം, ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കര വ്യാപ്തി തിഷ്ടതി പൃഥക്ഭൂതാജ സാമിഷ്ട തഥാ ഭാഗവതി കഥ. ലൗകിക ഉദാഹരണമല്ലേ ലൗകിക ബുദ്ധിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ലൗകിക ഉദാഹരണം പറയാം. വാസ്തവത്തിൽ ഭാഗവത്തിനെ ഇതിനോട് വല്ലതിനോട് ഉപയോഗിക്കാൻ പറ്റുമോ? ഭാഗവതത്തിന് തുല്യം ഭാഗവതം മാത്രം, അതാണ് ശരി. അത് അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയണതാണ്. പക്ഷെ എങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ഒരു ബുദ്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു സമാധാനം വേണമല്ലോ. അങ്ങനെയാണ് ഈ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ആ വേദാന്ത ശാസ്ത്രങ്ങളെ കൊണ്ട് കിട്ടാത്ത ജ്ഞാനവൈരാഗ്യങ്ങളും മുക്തിയൊക്കെ ഭാഗവതം കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മഹത്വം എടുത്ത് പറയാം. കരിമ്പിന്നാണ് ശർക്കരയും പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്നത്. കരിമ്പിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ശർക്കരയും പഞ്ചസാരയും കാപ്പി ഉണ്ടാക്കുമ്പോൾ ഉടനെ ഇത്തിരി പഞ്ചസാര ഇട്ട് കുടിക്കണം അല്ലേ. അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് ഭാഗത്തൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ പായസത്തിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ വാരിയിട്ടാൽ അത് നന്നായിരിക്കും. അല്ലാതെ അതിൻ്റെ ആവശ്യത്തിന് കാപ്പിയുടെ ആവശ്യത്തിന് കരിമ്പ് കഷ്ണം മുറിച്ച് വിട്ടാൽ മതിയോ? ഇനി പായസത്തിൽ കരിമ്പ് കൊണ്ടിട്ടാൽ മതിയോ? മുറിച്ചിട്ടാൽ മതിയോ? അതിൽ പഞ്ചസാര ശർക്കര ഇല്ല. പക്ഷെ അതൊന്ന് അനുഭവിക്കണമെങ്കിലോ പ്രോസസ്സ് ഏറെ ഉണ്ടെന്നർത്ഥം, പണിയെടുക്കണം. എന്നാൽ ശർക്കരയാക്കി പഞ്ചസാരയാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ അതിന് ആസ്വാദ്യത കൂടുതലല്ലേ. അപ്പൊ കരിമ്പൻ തണ്ടിൽ വ്യാപിച്ചിരിക്കുന്ന ശർക്കരയും പഞ്ചസാരയും മാധുര്യം പോലെയാണ് വേദോപനിഷത്തുക്കളിൽ ആ ജ്ഞാനവൈരാഗ്യങ്ങളും മുഖ്യമൊക്കെ ഉണ്ടാവാനുള്ള മാർഗം പറഞ്ഞേക്കുന്നത്. എന്നാൽ ഭാഗവതാവുമ്പോഴോ അത് റെഡിമെയ്ഡായിട്ട് പാകാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും പഞ്ചസാരയും പോലെയാണ്. ഭാഗവത്തിന് വിശേഷത കൂടില്ലേ? അതെ. ഇനി മാത്രമല്ല, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. എന്താ ഈ ഭാഗവതം? ഈ ഭാഗവതത്തിന്റെ വെരി പർപ്പസ് ഓഫ് ഭാഗവതം എന്താണ്? ഭാഗവതം രചിച്ചതിന്റെ ഉദ്ദേശം തന്നെ എന്താ? ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ, മനുഷ്യ മനസ്സിൽ ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും പ്രബലമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി, സ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം വേദവ്യാസ മഹർഷി എഴുതി തന്നെ. ഇനി ഈ ഭാഗവതം നാമപുരാണം, ഈ ഭാഗവതം എന്ന് പേരുള്ള പുരാണം ബ്രഹ്മസംഹിതം. ബ്രഹ്മസംഹിതം എന്നുള്ളതിനോ ഒരർത്ഥം ബ്രഹ്മം എന്നുള്ളതിന് സാക്ഷാൽ പരമാത്മ ഭഗവാൻ, മറ്റൊന്ന് വേദം. രണ്ടർത്ഥത്തിലും ശരിയാണ്. വേദതുല്യമാണ്, വേദസാരമാണ്. രണ്ട്, ഈ വേദം ആരെക്കുറിച്ച് പറയണു? പരമാത്മ ഭഗവാനെ കുറിച്ച്. ആ പരമാത്മ ഭഗവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവതം സാക്ഷാൽ ഭഗവത് സ്വരൂപമാണ്. അപ്പൊ ബ്രഹ്മസ്വരൂപമല്ലേ, പരമാത്മ സ്വരൂപമല്ലേ. രണ്ടർത്ഥത്തിലും ബ്രഹ്മസംഹിതമാണ്. അങ്ങനെയുള്ള ഈ ഭാഗവതം കേട്ടാൽ മതി, പഠിച്ചാൽ മതി, ശ്രവിച്ചാൽ മതി, അതിനെ ആശ്രയിച്ചാൽ മതി. ഒരാൾക്ക് ഭക്തി ഉണ്ടാവും. ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ടാവും, മുക്തിയും ലഭിക്കും, എല്ലാം ലഭിക്കും. അതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്നർത്ഥം. മറ്റൊരർത്ഥം, ഇതം ഭാഗവതം നാമപുരാണം. ഇതം ഭാഗവതം എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമയിട്ടാൽ നാമപുരാണം എന്നാവും. ഇതം ഭാഗവതം നാമ എന്ന് കഴിഞ്ഞിട്ടാണ് കോമയിടണമെങ്കിലോ ഭാഗവതം എന്ന് പേരുള്ള ഈ പുരാണം എന്നർത്ഥമായി. സംസ്കൃതത്തിന്റെ പദച്ഛേദം അനുസരിച്ച് അർത്ഥം മാറും. അപ്പൊ ഇതം ഭാഗവതം നാമപുരാണം എന്ന് കോമം എവിടെയാണെങ്കിലോ, ഭാഗവതം കഴിഞ്ഞിട്ട് നാമയ്ക്ക് മുമ്പാണെങ്കിലോ ഈ ഭാഗവതം നാമപുരാണമാണ്. തിരുനാമവൈഭവത്തെ പ്രകീർത്തിക്കുന്നു ഈ ശ്രീമദ് ഭാഗവതം. ഏറ്റവും പ്രധാനമായി ഭാഗവതം പറഞ്ഞെന്താണ്? മറ്റു യുഗങ്ങളിലൊക്കെ എത്രയോ ക്ലേശമുണ്ട്. തപസ്, യജ്ഞം, യാഗം, അല്ലേ? ഇതൊക്കെ സമാധി പരിശീലനം, യോഗാനുഷ്ഠാനങ്ങള്, ഇതൊന്നും ആവശ്യമില്ല. ഈ കലിക്ക് എന്താ ഏറ്റവും വലിയ ഗുണം? ഈ കലിയില് കേവലം ഹരിനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് തന്നെ മനഃശുദ്ധിയും ഭക്തിയും മുക്തിയും ഒക്കെ വരും. ഇങ്ങനൊരു വലിയ ഗുണം കലിക്കുണ്ടെന്ന് കണ്ടിട്ടല്ലേ പരീക്ഷത്ത് കലിയെ കൊല്ലാണ്ടിരുന്നത്. കലിയെ സ്ഥാപിച്ചു, ഒരിടത്ത് ഇരുത്തി. ഇങ്ങനെ കലിജാനാം സുഖായജ, കലികാലത്തിൽ വന്ന് പിറക്കാൻ പോകുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാർക്ക് വേഗത്തിൽ മോക്ഷം കിട്ടാൻ ഒറ്റ വഴിയുണ്ട്. എന്താ? ഹരിനാമം ജപിച്ചാൽ മതി. അതുകൊണ്ടും ആ നാമമഹിമയെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടും ഈ ഭാഗവതം എന്താണ്? ഭാഗവതം നാമപുരാണമാണ്. നാമമഹിമയെ പ്രകീർത്തിക്കുന്നു. ഭാഗവതം
എന്ന് പറയുന്ന ഈ പുരാണം വേദതുല്യമാണ്, വേദസാരമാണ്, വേദാന്തസാരമാണ്. ഈ ഭാഗവതം ബ്രഹ്മസ്വരൂപമാണ്, പരമാത്മസ്വരൂപമാണ്, പ്രത്യക്ഷ കൃഷ്ണന്റെ സ്വരൂപമാണിത്. ഇനി നാരദ ഇത്രയൊക്കെ സംശയം ചോദിച്ചപ്പോൾ നാരദ മഹർഷിയോട് തിരിച്ചൊരു ചോദ്യം സനകാദികള്. അല്ലയോ നാരദ മഹർഷി, വേദാന്ത വേദ സുസ്നാദേ ഗീതായ അഭികർത്തരി പരിതാപവതി വ്യാസേ മോഹ്യതി അജ്ഞാനസാഗരേ. എന്ത് വേദങ്ങളെ പകുത്തു, 4 വേദങ്ങളാക്കി 4 ശിഷ്യന്മാരിലൂടെ ലോകത്ത് പ്രചരിപ്പിച്ചു അല്ലേ? വേദാന്തം ഉപനിഷത്തുകളാ. ആ ഉപനിഷത്തുക്കളുടെ മുഴുവൻ സിദ്ധാന്തത്തെ സമന്വയിപ്പിച്ച് ബ്രഹ്മസൂത്രം ഉണ്ടാക്കി വേദവ്യാസ മഹർഷി. പോരാ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ അതൊക്കെ എഴുതി. ഇതൊക്കെ എഴുതിയിട്ടും പരിതാപവതി, കൃതാർത്ഥതയില്ലാതെ സന്തോഷമില്ലാതെ ഇരുന്ന വേദവ്യാസ മഹർഷിയുടെ അടുത്ത് പോയിട്ട് ഭഗവാന്റെ മഹിമയാകുന്ന ഭാഗവതം എഴുതാൻ പ്രേരിപ്പിച്ചത് അങ്ങല്ലേ നാരദരെ? അത് മറന്നുപോയോ? നമ്മളിങ്ങനെയാലേ, നമ്മൾ ദുഃഖം വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ വലിയ തത്വോപദേശം കൊടുക്കും, ശരിയല്ലേ? മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ നമ്മൾ മിടുക്കരായ അയലക്കാരെ. ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ തൊട്ട്. പക്ഷെ അവനവന് വരുമ്പോഴോ അവനൊന്ന് സൗകര്യമായിട്ട് മറക്കില്ലേ? അപ്പോൾ വേറൊരാൾ ഓർമ്മിപ്പിക്കണം. നാരദനാണ് ഭാഗവതം എഴുതാൻ വേദവ്യാസന്റെ അടുത്ത് പോയി പറഞ്ഞത്. അങ്ങ് പലതും ചെയ്തു, പക്ഷേ ഏതൊന്നുകൊണ്ടാണോ ഭഗവാൻ സന്തോഷിക്കുക, ഏതൊന്നാണോ മഹാത്മാക്കൾക്ക് അത്യന്തം പ്രിയമരായിട്ടുള്ളത്, ആ ഭഗവാന്റെ മഹിമ, വാസുദേവസ്യ മഹിമാൻ അനുവർണിത, ഭഗവത് മഹിമയെ വിസ്തരിച്ചില്ലേ അങ്ങ്. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കാൻ അങ്ങ് പറഞ്ഞു. മഹാഭാരതത്തിൽ അതാ പറഞ്ഞത്. അവിടെ ഭഗവാനോ ഭക്തിക്കോ അല്ല പ്രസക്തി. അതുകൊണ്ട് ഭഗവത് ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ഭഗവാന്റെ അവതാരലീലകൾ പാടൂ. അത് ലോകത്തിന് വേഗം ഭക്തി ഉണ്ടാവാനും അവർക്ക് ശുദ്ധി ഉണ്ടാവാനും മുക്തി ഉണ്ടാവാനും സഹായകവും എന്ന് നാരദൻ പറഞ്ഞിട്ടല്ലേ വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചു തന്നെ. അത് മറന്നുപോയോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോഴോ പെട്ടെന്ന് നാരദന് ആ കാര്യം മറന്നത് ഓർമ്മ വന്നു. നമ്മളും അതെ, മറന്ന് ഓർമ്മ വരുമ്പോൾ ആരെങ്കിലും റിമൈൻഡ് ചെയ്യുമ്പോൾ ഓ ശരി, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം ഉണ്ടാവൂലേ, ദുഃഖം പോവും അല്ലേ? അതെ, അതുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യണം? സ്മരന്ത സ്മാരയന്തശ്ചാമിതോ അഘൗഘഹരം ഹരിം. സർവ്വദുഃഖങ്ങളെയും പാപത്തെയും ഇല്ലാണ്ടാക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് ഒറ്റയ്ക്ക് ഇരുമ്പോൾ ആലോചിക്കണം. പരസ്പരം നമ്മൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവത് വാർത്തകൾ ചർച്ച ചെയ്യണം, കൈമാറണം. അതാ ഭക്തന്മാരങ്ങനെ ചെയ്യാം. ശ്രീമദ് ഭാഗവതം, എന്നിട്ട് ചുരുക്കത്തിൽ പറഞ്ഞു, ശ്രീമദ് ഭാഗവതം ശ്രാവ്യം. ഏത് വിധേനയെങ്കിലും ഈ ശ്രീമദ് ഭാഗവതം കേൾക്കന്നെ വേണത്രേ. ശ്രാവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവിക്കപ്പെടേണ്ടതാണ്, കർത്തവ്യം ആണ്. തവ്യപ്രത്യയം സംസ്കൃതത്തിൽ കർത്തവ്യതയെ കാണിക്കാം. ശ്രാവ്യം, ഓരോ ആളും ആ ജീവന് ഉയർച്ചയുണ്ടാവണമെങ്കിൽ, ജീവന്റെ ദുരിതം നീങ്ങണമെങ്കിൽ, ജീവന് കഷ്ടപ്പാട് നീങ്ങണമെങ്കിൽ, ജീവന് സുഖമുണ്ടാവണമെങ്കിൽ, ജീവന് ജന്മസാഫല്യം അടയണമെങ്കിൽ എന്തു വേണം? ഭാഗവതം കേൾക്കന്നെ വേണം എന്നർത്ഥം. ശോക ദുഃഖ വിനാശനം. അത് കേട്ടാൽ എന്താ പ്രയോജനം? എല്ലാ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനോവേദനകളൊന്നും വേണ്ട, എല്ലാം ഇല്ലാണ്ടായിട്ട് പരമാനന്ദം ഉണ്ടാകും. കേട്ടതോടുകൂടി നാരദന് വളരെ സന്തോഷമായി, സംശയം തീർന്നു. അപ്പോൾ ഭാഗവതത്തിന് എന്താണ് വേദാന്തത്തിനേക്കാളും കേമത്വം എന്നുള്ളത്. നാരദന്റെ സംശയം അവിടെ ഇരിക്കട്ടെ, നാരദന്റെ സംശയമൊന്നും ഉണ്ടാവില്ല, നമുക്കാണ് സംശയം. പിന്നെയും ശ്രോതാക്കളായ നമുക്ക് അല്ലേ? അപ്പോൾ ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? വേദമാകുന്ന വൃക്ഷത്തിന്റെ മൂത്തുപഴുത്ത സ്വാദിഷ്ടമായ ഒന്നും കളയാനില്ലാത്ത ആ ശുഗമഹർഷിയിൽ നിന്ന് വീണ തത്വത്തി വീട്ടിയ പഴം പോലെ ജന്മനാജ്ഞാനിയായ അദ്ദേഹത്തിന്റെ മനസ്സിനെ പോലും ആകർഷിച്ച ശുഗാചാര്യൻ പാടിയതാണ് ഭാഗവതം. അത് കേട്ടാൽ എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടാകും. സന്തുഷ്ടനായി നാരദ മഹർഷി ഉടനെ ആ സനകാദി മഹർഷിമാരുടെ കാലിൽ വീണ് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. യത് ദർശനം ച വിനിഹന്തി അശുഭാനി സദ്യഹാം ശ്രേയസ്തനോരി ഭവദുഃഖദവാർദിതാനാം നിശേഷശേഷ മുഖഗീത കഥൈകപാനാഹ പ്രേമപ്രകാശകൃതയേ ശരണം ഗതോസ്മി. ദാ ഭഗവത് പ്രേമത്തെ പ്രകാശിപ്പിച്ചു തരൂ, എനിക്ക് ആ ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കൂ, ആ ഭാഗവതത്തെ നടത്തിത്തരൂ. ഞാനിതാ നിങ്ങളുടെ കാക്കൽ വീണ് നമസ്കരിക്കണു. എന്താ ഇവരോട് ആ ഭഗവാനിലുള്ള പരമപ്രേമത്തെ ഉണ്ടാക്കിത്തരൂ, പ്രകാശിപ്പിച്ചു തരൂ എന്ന് പറയാൻ കാരണം ഭഗവാന്റെ ആ മഹിമ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണവരവര്. ആരാവര്? ശേഷമുഖഗീത കഥൈകപാനമത്താഹ. ആദിശേഷൻ 1000 ഫണങ്ങളെ കൊണ്ട്
പ്രഭുവിൻ്റെ മഹിമകളും അവദാനങ്ങളും ലീലകളും പാടിക്കൊണ്ടേയിരിക്കുക. നമുക്കൊക്കെ ഒരു നാവുള്ളൂ അല്ലേ? ആദിശേഷൻ 1000 നാവല്ലേ? ഈ 1000 നാവ് കൊണ്ട് പാടിക്കൊണ്ടിരിക്കണോ? അങ്ങനെ ആദിശേഷൻ പാടിക്കൊണ്ടിരിക്കുന്ന ഭഗവത് കഥകളെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സനകാദി മഹർഷിമാർ. അങ്ങനെയുള്ള നിങ്ങൾക്കല്ലേ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഭക്തിയില്ലാത്തവർക്ക് ഭക്തി ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അതാ എന്ന് പറയാൻ എന്താ അർത്ഥം? നാം സ്വയം അറിയുകയും അനുഭവിക്കുകയും ചെയ്യാത്തത് എങ്ങനെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും? പറ്റുമോ? ഭഗവത് മഹിമ കേട്ടും കീർത്തിച്ചും അതിൽ ആനന്ദിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സനകാദികൾ. എപ്പോഴും ഹരികീർത്തന തൽപരാഹ, ഹരിനാമകീർത്തനം പാടിക്കൊണ്ടേയിരിക്കുന്നവരാണ്. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കണവരാ. അവർ 4 പേരുണ്ടല്ലോ. അവരെന്ത് ചെയ്യും? വേറെ സത്സംഗത്തിനൊന്നും അവസരം കിട്ടിയില്ലെങ്കിൽ ഒരാൾ ഭഗവാനെ കുറിച്ച് പറയത്രേ, ഒരാൾ വക്താവും, 3 ആൾ ശ്രോതാവായിരിക്കും. നമ്മൾ 4 ആളെ കട്ടിയാലോ ഉടനെ 5ാമത്തവരെ കുറ്റം കുറവും പറയും അല്ലേ? ഈശ്വരകാര്യല്ലേ പറയാ. ഇവർ 4 പേരെങ്ങനെയാ? വേറെ വല്ലവരും കിട്ടിയപ്പോൾ നാരദനെ പോലെയുള്ള സദസ്സിനെ കിട്ടി അവരോട് പറയും ഭഗവാന്റെ കഥ. ഇല്ലെങ്കിൽ ഇവർ തന്നെ ഭഗവാന്റെ കഥ പറഞ്ഞ് കേട്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദർശനം, ദർശനം ഭവദുഃഖദവാർദിതാനാം, നമ്മുടെ സംസാര ദുഃഖങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ കഴിവുള്ളതാ. ഈ സംസാര ദുഃഖങ്ങളെ, പ്രാപഞ്ചിക ദുഃഖങ്ങളെ കവികൾ ഉപമിച്ചേക്കണം എങ്ങനെയാ? ദാവാനനോടാ. ദാവാനം വെച്ചാൽ കാട്ടുതീയ്. അതെ, എന്താ വെച്ചാൽ കാട്ടുതീയിനെ കെടുത്താൻ പറ്റില്ല നമുക്ക്. സാധാരണ തീയൊക്കെ വെച്ചാൽ അവരെയൊക്കെ വിളിച്ചു പറയാം നമുക്ക്. ഫയറുകാരെയൊക്കെ വിളിച്ചാൽ അവർ വന്ന് വെള്ളം കടിച്ച് കിടത്തും. കാട്ടിലിപ്പോൾ അവിടെ കണ്ടില്ലേ? മേലേക്ക് അവിടെയൊക്കെ എത്ര കാലമായിട്ട് കാട് കത്താൻ തുടങ്ങി അല്ലേ? കിടത്താൻ പറ്റണില്ല. അപ്പോൾ കാട്ടുതീ ഭയങ്കരമാണ്, ആളെ പിടിക്കത്. ആ കാട്ടുതീ പോലെയാണ് നമ്മളെ ദുഃഖം ആക്രമിക്കണതേ, കാർന്നു തിന്നത്. അപ്പോൾ സംസാര ദുഃഖങ്ങളാവുന്ന കാട്ടുതീയിനെ കൊണ്ട് അത്യധികം പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായ ശുഭങ്ങളെയും പാപങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഇല്ലാണ്ടാക്കി തീർക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദർശനം ഉണ്ടായാൽ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും തീരും, സംസാര ദുഃഖം തീരും എന്നർത്ഥം. പോരാ, ശ്രേയസ്തനോതി, നമുക്ക് പരമശ്രേയസ്സാകുന്ന ആ ഭഗവത് പ്രാപ്തിയെ, സത്യസാക്ഷാത്കാരത്തെ സാധിപ്പിച്ചു തരും. ആദിശേഷന്റെ 1000 ഫണങ്ങളിൽ നിന്ന് നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് കഥാമൃത പാനമത്തന്മാരാ. അത് കുടിച്ച് അതിലങ്ങനെ മുഴുകി മത്ത് പിടിച്ചിരിക്കുന്നവരാ നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ കാരുണ്യം ചെയ്തിട്ട് പ്രേമപ്രകാശകൃതയെ, ആ ഭഗവാന്റെ ആ പദാരവിന്ദങ്ങളിൽ പരമപ്രേമം ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. ആ ഭഗവത് പ്രേമത്തെ പ്രകാശിപ്പിച്ചു തന്നാലും ഞാനിതാ നിങ്ങളെ ശരണം ഗതോസ്മി, ശരണമടയണു എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറയുക, ഇങ്ങനെയുള്ള മഹാന്മാരെ കാണണമെങ്കിൽ എളുപ്പമല്ല. മഹൽസംഗസ്തു ദുർലഭ, നാരദ മഹർഷിയുടെ വാക്കിനെ എടുക്കാം. നാരദ പ്രസ്തുതത്തിൽ പറയുക, മഹൽസംഗസ്തു ദുർലഭ, മഹൽസംഗം വളരെ വളരെ ദുർലഭ, വിരളമാണ്. എന്താ? ഒന്നാമത് മഹാത്മാക്കൾ കുറവ്. ഇനി മഹാത്മാക്കൾ ഉണ്ടാവും. ഈ ഭാരതഭൂമിയുടെ മഹിമ എന്താ? എന്നും മഹാത്മാക്കളുണ്ട് ഇവിടെ, ഭഗവാനെ സാക്ഷാത്കരിച്ച മഹാന്മാര്. പക്ഷേ അവരെ കണ്ടാൽ മനസ്സിലാവില്ല നമുക്ക്. ബാഹ്യ ദൃഷ്ടി അവർ സാധാരണക്കാരെ പോലെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ സാധാരണക്കാരനെ പോലെ കൂടി ഉണ്ടാവില്ല, അവരോടും കൂടി വിവരമില്ലാത്ത മാതിരിയൊക്കെ അവരുടെ വാക്കുകൾ അഭിനയം കേട്ടാം. ചില മഹാത്മാക്കളുടെ അടുത്ത് പോയാൽ അവരുടെ വർത്താനം കേട്ടാൽ അവർക്കൊന്നും അറിയില്ലാത്ത മാതിരിയാണ്. അപ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും ഇവർക്ക് എന്താ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? പിന്നെ മഹാത്മാവ് കണ്ടാൽ തിരിച്ചറിയണമെങ്കിൽ അത്രയും സുഹൃതം വേണ്ടേ, പുണ്യം വേണ്ടേ? ഇനി അത് സാധിച്ചാലോ? മഹൽസംഗസ്തു ദുർലഭ അഗമ്യ, തിരിച്ചറിയാൻ വളരെ വിഷമം. എന്നാൽ അത് സുഹൃതം കൊണ്ട് അറിയാനും അവരെ ആശ്രയിക്കാനും സാധിച്ചാലോ അമോഘശ്ച, അതൊരിക്കലും മോക്ഷം വൃഥാവിലാവില്ല. വെയിൻ അതൊരിക്കലും വൃഥാവിലാവില്ല. ആ മഹത്സംഗം ആ ജീവനെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അയാൾ മോചിക്കപ്പെടുന്നത് മാത്രമല്ല, ഒരു വലിയ വടവൃക്ഷം ഉണ്ടായാൽ ആ വടവൃക്ഷം എത്ര കോടാനുകോടി ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രമാണ്. കാറ്റായിട്ടും തണലായിട്ടും പഴങ്ങളായിട്ടും വീട് വയ്ക്കാൻ പക്ഷികൾക്ക് അല്ലേ ആലയമായിട്ടും ഏതൊക്കെ തരത്തിലെ ലോകത്തെ ബ്ലസ് ചെയ്യണത് അല്ലേ? ഇതുപോലെയാണ് ആ ജീവൻ, മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ. അതുകൊണ്ട് പറയണു, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേ വലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതു കൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. ബഹുജന്മ സമാർജിതേന ഭാഗ്യോദയേന,
അനേക ജന്മങ്ങളിൽ ആർജിച്ച പുണ്യത്തിൻ്റെ പരിപാക ഫലമായിട്ടാണ്, മഹാഭാഗ്യത്തിൻ്റെ ഉദയം കൊണ്ടാണ് ഒരു മനുഷ്യന് പുരുഷ സത്സംഗം ലഭതേ, മഹത്സംഗം ഉണ്ടാവുന്നത്. എളുപ്പമല്ല. പൂർവ്വപുണ്യങ്ങളുടെ ഫലം ആ സത്സംഗം ഉണ്ടായാലോ തീർച്ചയായിട്ടും തഥാ ഏവ, അപ്പം തന്നെ നിശ്ചയമായിട്ട് എന്തുണ്ടാവും? അജ്ഞാനഹേതുകൃത മോഹമഹാന്ധകാര നാശം വിധായ, അജ്ഞാനം കാരണമുണ്ടായ മോഹമാകുന്ന കൂരിരുട്ട് നശിക്കും. മാത്രമല്ല തഥാ വിവേക ഉദയതേ, വിവേകം ഉണ്ടാവും. അപ്പൊ സത്സംഗം ഉണ്ടാവണമെങ്കിൽ വേണം എന്താ? അനേക ജന്മാർജിത പുണ്യം വേണം. അങ്ങനെ പുണ്യം കൊണ്ട് മഹത്സംഗം ഉണ്ടായാൽ എന്താ പ്രയോജനം? അനേക ജന്മങ്ങളിൽ നാം അജ്ഞാനത്താൽ ശരീരാണ് ഞാനെന്ന് വിചാരിച്ച് ആത്മാവിനെ മറന്ന് എത്രയോ ജന്മങ്ങളായിട്ട് ഇങ്ങനെ ജനിച്ചും മരിച്ചും കറങ്ങിക്കൊണ്ടിരിക്കുക ജീവൻ. അതാണ് മോഹ മഹാ അന്ധകാരം. മോഹം വെച്ചാലോ തെറ്റിദ്ധാരണ, അജ്ഞാനം. അതിനെ അന്ധകാരത്തോട് ഉപമിച്ചിരിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും സച്ചിദാനന്ദ സ്വരൂപികളായ ആ ആത്മസ്വരൂപികളാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാൻ അഭിന്നരാണ്, എല്ലാം ഭഗവന്മയമാണ്. ഇവിടെ ശരീര മനോബുദ്ധിയാദികളൊക്കെ ജഡവും ദൃശ്യവും നശ്വരവുമാണ്. ഇതൊന്നും അല്ല നമ്മൾ എന്ന വസ്തുത നമ്മളാകെ മറന്നു. അത് മറന്നിട്ട് എന്തായി? ദേഹാണ് ഞാൻ എന്ന് വിചാരം ഉറച്ചു. ഇതാണ് മോഹഭ്രമം. ഇതന്നെ അന്ധകാരം. ഇതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും, ഇതില്ലാണ്ടാക്കും. ഈ തെറ്റിദ്ധാരണയെ, അജ്ഞാനത്തെ നീക്കി തരും ഈ മഹാത്മാക്കളെന്ന്. അതാണ് സത്സംഗത്തിൻ്റെ ഫലം. അതായത് അനാത്മനി ആത്മബുദ്ധി, അതാണ് ഇപ്പോൾ ഉള്ളത്. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബുദ്ധി യാതൊന്നും ജഗത്രയെ, അതാണ് അജ്ഞാനം. ദേഹാദികളൊക്കെ ഞാൻ എന്ന് നമുക്ക് തോന്നണു, അതിനുവേണ്ടി ജീവിക്കുന്നു. ആത്മാവിനെ മറന്നിട്ട് ആ മഹാത്മാക്കൾ എന്ത് ചെയ്യും? ആത്മബോധം ഉണ്ടാക്കി തരും. ദേഹവും മനസ്സും ബുദ്ധിയൊക്കെ ദൃശ്യങ്ങളാണ്, ജഡങ്ങളാണ്, നശ്വരങ്ങളാണ്. ഇതൊന്നുമല്ല, നീ നിനക്ക് അറിയുന്ന അറിവാണ്, ദക്ഷാവാണ്, സാക്ഷിയാണ്. ആ ആത്മതത്വത്തെ, ആത്മബോധത്തെ ഉണ്ടാക്കി തരും. വിവേകം, ആത്മജ്ഞാനം എന്ന വിവേക സൂര്യൻ ഉദിക്കുമുള്ളിൽ. ഇതാണ് സത്സംഗത്തിൻ്റെ ഫലം. അപ്പോൾ സാധുസംഗം തന്നെ സംസാര ദുഃഖത്തിൻ്റെ നാശത്തിന് കാരണം. ഈ ആത്മബോധം കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടാവുന്നത്. അജ്ഞാനമാണ് ദുഃഖത്തിൻ്റെ കാരണമായത്. അതൊക്കെ ഇല്ലാണ്ടായിത്തീരും. അങ്ങനെയുള്ള സജ്ജനങ്ങളാണ് സനകാദികൾ, ആരതാദികൾ, ശുഗാദികൾ. അങ്ങനെയുള്ള ആരെ പറയണമെന്ന് ഓർക്കണം. സാധാരണക്കാരനല്ല പറയണത്. ഈ ലോകത്തിനെ മുഴുവനും അനുഗ്രഹിച്ച് മനുഷ്യരെയും ദേവന്മാരെയും അസുരന്മാരെയും വേണ്ട ലോകത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ലോക ഗുരുവായ നാരദ മഹർഷിയാണ് പറയണത് സത്സംഗത്തിൻ്റെ മാഹാത്മ്യം സനകാദികളെ കണ്ടിട്ട്. അപ്പം വലിയൊരു പറഞ്ഞാലേ അതിന് വിലയുണ്ടാവുള്ളൂ. സാധാരണക്കാരൻ പറഞ്ഞാൽ ആരും അത് ചെവിക്കൊള്ളില്ലല്ലോ. നാരദ മഹർഷി പറയണു, നിങ്ങൾക്കറിയോ സത്സംഗത്തിൻ്റെ മഹിമ? അതാ ഒരിക്കൽ നാരദ മഹർഷി മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് ചോദിച്ചു അത്രേ, ഈ സത്സംഗത്തിൻ്റെ മഹിമ എന്താണ്? അപ്പം നാരദനോട് പറഞ്ഞു, അങ്ങനൊരു കാര്യം ചെയ്യൂ, ഇതാ ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു മരം ഉണ്ടാവും. ആ മരത്തിൽ ഒരു പുഴു ഉണ്ടാവും. ആ പുഴുവിനോട് ചോദിക്കാൻ പറഞ്ഞു. ആ പുഴു എങ്ങനെയാണ് മറുപടി പറയാം? എന്തായാലും ഭഗവാൻ പറഞ്ഞാൽ നേരെ ആ പ്രദേശത്ത് പോയി അവിടെ ഒരു മരം കണ്ടു. ആ മരത്തിൽ ഒരു പുഴു എഴയനുണ്ടു. ആ പുഴുവിനോട് ചോദിച്ചു സത്സംഗത്തിൻ്റെ മഹിമ എന്താണെന്ന്. അത് ചോദിക്കേണ്ട താമസം കേട്ട കാതി കേൾക്കാത്ത പാതി അത് പടഞ്ഞു വീണ് താഴെ വീണ് മരിച്ചു. ആദ്യം സങ്കടമായി. വീണ്ടും പോയി വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദാ ഇന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പശു പ്രസവിക്കുന്നുണ്ടാവും അങ്ങ് ചെല്ലുന്ന സമയത്ത്. അപ്പം പ്രസവിക്കണം ആ പശുക്കുട്ടിയോട് വെച്ചാൽ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി അന്വേഷിച്ച് അവിടെ എത്തി. അപ്പോൾ പശു പ്രസവിച്ചുകൊണ്ടിരിക്കുക. ആ പ്രസവിച്ച ഉടനെ ആ കുട്ടിയോട് ചോദിച്ചു, പശുക്കുട്ടി നീ നിനക്കറിയോ സത്സംഗത്തിൻ്റെ മഹിമ? അത് കേട്ട ഉടനെ ആ പശുക്കുട്ടി പടഞ്ഞു കൊണ്ട് മരിച്ചു. നാരദന് വല്ലാത്ത സങ്കടമായി, ഞാൻ എന്തൊരു മഹാപാപി. വീണ്ടും ഭഗവാന്റെ അടുത്ത് പോയി, ഭഗവാൻ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, പരീക്ഷിക്കണത്? ഭഗവാനോട് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാരില്ലേ, ഇത്തവണ എന്തായാലും എനിക്ക് ബോധ്യവും. ഇന്ന സ്ഥലത്തെ ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ രാജാവിന് കല്യാണം കഴിച്ച് കുറേ നാളായിട്ട് കുട്ടികളില്ലാണ്ടിരിക്കുക. എന്നിട്ട് ഏതോ പൂജയൊക്കെ ചെയ്ത് ആരെയൊക്കെ മഹാത്മാക്കളുടെയൊക്കെ അനുഗ്രഹം സമ്പാദിച്ചിട്ട് ആ രാജാവിൻ്റെ റാണി ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ട്. ഇപ്പം പ്രസവിച്ചിട്ടുള്ളൂ. ആ കുട്ടിയോട് പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയുന്നു, കേമായി. പശുക്കുട്ടിയും പുഴു മരിച്ച മാതിരിയല്ല, ആറ്റുനോറ്റ് രാജാവിനുണ്ടായ ആ കുട്ടി ഞാൻ ചെന്ന് ചോദിക്കേണ്ട സമയം ആ കുട്ടി മരിച്ചു പോയാൽ രാജാവ് തല കളയൂലേ. പൊക്കോളൂ പറഞ്ഞു. നാരദ മഹർഷി മടിച്ച് അവിടെ ചെന്നു. നാരദ മഹർഷി വന്ന സമയത്ത്
ഒരു ഉണ്ണി എത്രയോ കാലത്തിന് ശേഷം ഉണ്ടായതാലേ ഒരു മഹാത്മാവ് നാരദനോട് സന്തോഷത്തോടുകൂടി രാജാവ് അനുഗ്രഹം കൊടുക്കണം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി. അകത്ത് കൊണ്ടായിട്ട് നാരദൻ്റെ മടിയിൽ കൊടുത്തു, ഒന്ന് അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യൂ അവനെ തൊട്ട് തലയിൽ തൊട്ട്. നാരദൻ പിടുകിടാൻ ഇറക്കിയ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ആ കുട്ടിയെ മടിയിലെടുത്ത് വെച്ചിട്ട് കുട്ടിയുടെ മുഖത്ത് നല്ലോണം നോക്കി കുട്ടി ചിരിച്ചു. എന്താ സത്സംഗത്തിൻ്റെ മാഹാത്മ്യം? ഉടനെ ആ കുട്ടി എണീറ്റ് ഇരുന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയെന്ന്. എന്ത്? അങ്ങ് അന്ന് മരത്തിൻ്റെ മുകളിലൊരു പുഴുവിനോട് വന്ന് ചോദിച്ചില്ലേ സത്സംഗ മഹിമ? ആ സത്സംഗത്തിൻ്റെ മഹിമ കൊണ്ട്, സത്സംഗത്തിൻ്റെ അങ്ങാണ് സജ്ജനം, എപ്പോഴും ഈശ്വരനെ ഹൃദയത്തിലെ അങ്ങനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ള അങ്ങോട്ടുള്ള സംസർഗം കൊണ്ട് ആ പുഴുവിൻ്റെ ആ പ്രാരബ്ധ ശരീരം വേഗം വിട്ട് എനിക്ക് അടുത്ത ജന്മം പശുക്കുട്ടിയായി ജനിക്കാൻ പറ്റി. അന്ന് അവിടെ വന്ന് എന്നോട് ചോദിച്ചപ്പോഴോ അങ്ങേടുള്ള സംസർഗം കൊണ്ട് ആ പ്രാരബ്ധത്തിൽ നിന്ന് ഞാൻ വേഗം മോചനം നേടിയപ്പോൾ ആ ഉത്തമ ജന്മം, മനുഷ്യ ജന്മം, ഭഗവാനെ സാക്ഷാത്കാരം ജന്മം കിട്ടി. ഈ ജന്മത്തിലെ അങ്ങയുടെ സംസർഗം കൊണ്ടോ ഞാൻ ഈ ജന്മമില്ലാത്ത ഭഗവാൻ പദത്തിൽ എത്തിച്ചേരുന്നു. കണ്ടോ? സത്സംഗം ഭാഗ്യോദയേന ബഹുജന്മ സമാധിതേന, ഡോണ്ട് ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. സത്സംഗത്തിൻ്റെ മഹത്വത്തെ ഈസി ആയിട്ട് കാണാൻ പാടില്ല. വേറെ ഒന്നുമില്ലെങ്കിലും വേണ്ട സത്സംഗമാണ്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ കളഞ്ഞു കഴിഞ്ഞാലോ സത്സംഗത്വേ ജീവൻ മുക്തി. തുടക്കം എടുക്കെടുത്താലേ നിങ്ങൾ സത്സംഗത്തിന് പോയാൽ ഒന്നും അറിയാത്ത മൂഢനായ ആൾ പോലും പരമജ്ഞാനിയായി തീരും. അഭിവന്ദനായ ജ്ഞാനാനന്ദ സ്വാമികൾ പറയാറുണ്ട്, ഉത്തമമായ സത്സംഗം കിട്ടണം. നല്ല സത്സംഗം കിട്ടിയാൽ അവന് ഭാഷയൊന്നും അറിയണ്ട, അവൻ ശാസ്ത്രം അറിയുന്നുള്ള പ്രശ്നമല്ല, അയാൾ മുക്തനാവും. അതാണ് മഹാന്മാരുടെ അനുഭവം. അപ്പോൾ അത്ര സത്സംഗത്തിന് മഹിമയുണ്ട്. ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവ തരണേ നൗക എന്ന് ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികളും. ഈ മൂന്ന് ലോകത്തും, ഏത് ലോകത്തിലും, ഭൂമിയിലാവട്ടെ സ്വർഗത്തിലാവട്ടെ കൈലാസത്തിലാവട്ടെ, എവിടെയായാലും വിരോധമില്ല. സത്സംഗം മാത്രമാണ് സംസാര സാഗരത്തെ അക്കരെ കടക്കാനുള്ള ഉറപ്പായ കപ്പല്. ഇങ്ങനെ നാരദ മഹർഷി സനകാദികളെ കണ്ടതിൻ്റെ ആ ഭാഗ്യത്തെക്കുറിച്ചും തൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചും ഒക്കെ ഓർത്ത് കൃതാർത്ഥനായിക്കൊണ്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ആ ഭാഗവതം അങ്ങ് പറഞ്ഞ് ആ ജ്ഞാനയജ്ഞം ഞാൻ ചെയ്യാം, പക്ഷേ അതെവിടെ വെച്ച് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് അതിൻ്റെ വിധി, എല്ലാവരും നിങ്ങൾ തന്നെ പറഞ്ഞു തന്ന് നിങ്ങൾ തന്നെ നടത്തി തരണമെന്ന് അപേക്ഷിച്ചു. 3-ാമത്തെ അധ്യായത്തിൽ അതാണ് നാരദ മഹർഷി ജ്ഞാനയജ്ഞം നടത്താൻ പോണേൻ്റെ. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്ര കഥോജ്വലം ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. എത്ര പ്രയത്നം ചെയ്തിട്ടായാലും എത്ര കഷ്ടം സഹിച്ചിട്ടായാലും വിരോധമില്ല, ഞാൻ ആ ജ്ഞാനയജ്ഞം ചെയ്യാം. ഏത് ജ്ഞാനയജ്ഞം? ശുഖശാസ്ത്ര കഥോജ്വലം. എടുത്തു പറയണം, വേദാന്ത ശാസ്ത്ര വിചാരമല്ല, അതും ജ്ഞാനയജ്ഞമാണ്. ആത്മവിചാരം ചെയ്യുന്നത്, അനാത്മാനാത്മകളെ വിഭാഗം ചെയ്ത് ആ രീതി ഉണ്ടല്ലോ, അതും ജ്ഞാനയജ്ഞം. അത് പഠിപ്പിക്കുന്നതായാലും പറയണതായാലും കേൾക്കണതായാലും സ്വയം ചിന്തിക്കുന്നതായാലും. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞു ശുഖശാസ്ത്ര കഥോജ്വലം. ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശിച്ച ശ്രീമദ് ഭാഗവതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ജ്ഞാനയജ്ഞം, ശ്രീമദ് ഭാഗവത ആലാപം. അതിനേക്കാൾ മഹിമയേറിയതാണ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞു അർത്ഥം. എന്തിനു വേണ്ടി? സ്ഥാപനാർത്ഥം, സ്ഥാപിക്കാൻ വേണ്ടി. എന്തിനെ സ്ഥാപിക്കാൻ? ഭക്തി ജ്ഞാനവിരാഗാണം. അമ്മയായ ഭക്തിയെയും മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങളെയും മൂന്നാളെയും ഓരോ വീട്ടിലും ഓരോ ആളുടെ ഉള്ളിലും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, എത്ര കാര്യവും മഹായജ്ഞ സ്ഥലം വാച്യതാമിഹ. ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ ഭാഗവത യജ്ഞം നടത്തേണ്ടത്? അതിനെ പറ്റിയ സ്ഥലം ഏതാണ്? മഹിമാ ശുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈഹി. നിങ്ങൾ വേദാന്തങ്ങളൊക്കെ അലക്കി കുടിച്ചവരാ, നിങ്ങളെ മാതിരി ഇത് ഉപദേശിക്കാൻ പറ്റിയ ആൾക്കാരില്ല. നിങ്ങൾ വന്നിട്ട് ആ സ്ഥലവും പറഞ്ഞു തരണം, ഈ ഭാഗവത യജ്ഞത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നും പറഞ്ഞു തരണം. കിയദ്ഭിർ ദിവസൈ ശ്രാവ്യ ശ്രീമദ് ഭാഗവതി കഥാം കോവിധി തത്ര കർത്തവ്യോ മമേതം വദാമി വാ. എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? എത്ര പ്രാവശ്യം കേൾക്കണം? എങ്ങനെ കേൾക്കണം? അതിൻ്റെ വിധികൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിക്കാം. പലപ്പോഴും പല ആൾക്കാർ ചോദിക്കാറുണ്ട്, ഭാഗവതം എത്ര പ്രാവശ്യം കേൾക്കണം? ഈ ഭാഗവതത്തിലെ കഥകളൊക്കെ ബൈഹാർട്ടാണ് അല്ലേ? കുന്തി സ്തുതി, ഭീഷ്മസ്തുതി ആദ്യത്തെ ദിവസം അല്ലേ? ധ്രുവൻ്റെ കഥ, വൃത്രാസുരൻ്റെ കഥ, പ്രഹ്ലാദൻ്റെ കഥ അല്ലേ? കൃഷ്ണാവതാരം, ലീലകൾ, ഓരോ അവതാരങ്ങൾ, നരസിംഹാവതാരം, ഇതൊക്കെ
ഇതൊക്കെ അറിയില്ല. എത്ര പ്രാവശ്യം കേട്ടതാ? ഇനി എത്ര പ്രാവശ്യം കേൾക്കണം? എത്ര പ്രാവശ്യം ഭാഗവതം കേൾക്കണം? എത്ര പ്രാവശ്യം ഭാഗവതം വായിക്കണം? ഭാഗവതം പറയണു, സദാസേവ്യ സദാസേവ്യ ശ്രീമദ്ഭാഗവതി കഥ യസ്യാഹ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. സദാസേവ്യ, സദാ എപ്പോഴും നിരന്തരം എന്നും ഭാഗവതം കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കണം. ഇത്ര ദിവസം എന്നില്ല, ഇത്ര പ്രാവശ്യം എന്നില്ല. മുക്തി കിട്ടണവരെയും മുക്തി കിട്ടിയാലും, മുക്തിക്ക് ശേഷം ആരേമാരി? നാരദരേമാരിയും ശുകാചാര്യനെയൊക്കെ മാരി. അല്ലായില്ലേ? സദാസേവ്യ എന്നാണ്. നോക്കൂ, ഭാഗവതം പറയണു. നമ്മൾ പലരും വിചാരിക്കണം എത്ര സപ്താഹം കേട്ടതാ, ഇനി എന്തെങ്കിലും കേട്ട സപ്താഹം തന്നെ കേൾക്കാൻ പോണേ. ചില ആൾക്കാരങ്ങനെ പറയും, നീ എത്ര പ്രാവശ്യം കേട്ടു ഭാഗവത സപ്താഹം? നീ പറഞ്ഞ തന്നെയല്ലേ പറയണത്? അതേ, പക്ഷേ അതാണ് സദാസേവ്യ എന്നാണ്. നിരന്തരം നിത്യം മരണം വരെ കേട്ടുകൊണ്ടേയിരിക്കുക ഭാഗവത കഥ. ഇത്ര ദിവസം കൊണ്ട് കേൾക്കണം, ഇനിയിപ്പോൾ എത്ര ദിവസം കൊണ്ട് കേൾക്കണം? ദിനാന നിയമോ നാസ്തി. ഇത്ര ദിവസം കൊണ്ടൊന്നുള്ള നിയമമൊന്നുമില്ല. സർവദാ ശ്രവണം മതം. എപ്പോഴും കേൾക്കണം, എന്നും കേൾക്കണം. അതാണ് വേണ്ടത്. എവിടെ വെച്ചാ ചെയ്യേണ്ടത് പറഞ്ഞു നോക്കണു. ഇവിടെ വിശേഷണം പറഞ്ഞു. ശൃണു നാരദ വക്ഷ്യാമഹ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപം തു തടം ആനന്ദനാമകം. നാരദരെ ശ്രദ്ധയോടെ കേൾക്കൂ. നാരദർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ തോന്നി എന്നാണ് പറയണത്. ആർക്ക്? സനകാദികൾക്ക്. എന്താ കാരണം? വിനമ്രായ വിവേകിനെ. വലിയ ഗുണമാണ്, ശിഷ്യന്മാർക്ക് ഉണ്ടാവേണ്ട ഗുണമാണിത്. എന്താ അത്? അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് വിനയവും വിവേകവും. വിനമ്രായ, വിനമ്രത, സമ്രത, വിനയം. വിനയവും വിവേകവും അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങോട്ട് പറയാം. ഗംഗാദ്വാരം, ഗംഗാതീരത്ത്. ഗംഗ അവിടെ ഹിമാലയം മുതൽ ഗംഗാസാഗർ വരെ ഗംഗയുണ്ട്. എവിടെയപ്പോൾ ഉദ്ദേശിക്കുന്നത്? ആ ഗംഗയുടെ തീരത്ത് എവിടെയാവാം? ഗംഗയുടെ തീരം എവിടെയായിരുന്നു നല്ലത് തന്നെ. പക്ഷെ ഇവിടെ പറഞ്ഞത് ഹരിദ്വാറിലാണ്. ഹരിദ്വാറിൽ തടം ആനന്ദനാമകം, ആനന്ദം എന്ന് പേരായിട്ട് ഒരു ഘാട്ട്. അവിടെയൊക്കെ കടവ് എന്നൊക്കെ നമ്മൾ പറയൂലേ, ഘാട്ട്, ആനന്ദഘാട്ട്. പല പല ഘാട്ടുകളുണ്ട് അവിടെ. അവിടെ വളരെ വിശേഷപ്പെട്ട സ്ഥലത്രേ. നാനാ ഋഷികളെ ദുഷ്ടം. ധാരാളം ഋഷിമുനികൾ അവിടെ ഒന്ന് സേവിക്കും, ഭാഗവതം കേൾക്കാൻ വരും. ദേവസിദ്ധ നിഷേവിതം. ധാരാളം സിദ്ധന്മാരും ദേവന്മാരൊക്കെ അവിടെ വന്നു ചേരും. നാനാതരു യഥാകീർണം. ധാരാളം ചെടികളും വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞ ശാന്തവും ഏകാന്തവുമായൊരു വനമാണ് അവിടെ. നവകോമളവാലുകം, വിശാലമായ മണത്തിട്ടുണ്ട് അവിടെ. ധാരാളം ആൾക്കാർക്ക് ഇരുന്ന് ഭാഗവതം കേൾക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് രമ്യം ഏകാന്തജസ്തു, അതിമനോഹരമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതും ഏകാന്തവുമായ സ്ഥലമാണത്. മാത്രമല്ല അവിടുത്തെ വിശേഷം എന്താ? യൽ സമീപസ്ഥ ജീവാനം വൈരം ചേതസിനസ്ഥിതം. അവിടെയുള്ള ജീവികൾക്കൊന്നും പരസ്പരം വെറുപ്പും വിദ്വേഷവും ഇല്ലത്രേ. എത്ര മഹിമയുള്ള സ്ഥലം അത്! ആ സ്ഥലത്തിൻ്റെ മഹിമ. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മഹർഷിമാരൊക്കെ തപസ്യ ഉണ്ടാവും. അതിശങ്കര ഭഗവത്പാദർ ഇങ്ങനെ പോകുമായിരുന്നു അത്രേ, ദിഗ്വിജയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഒരിടത്ത് വന്ന് ഇങ്ങനെ പോണ സമയത്ത് ഒരിടത്ത് എത്തിയ സമയത്ത് ഒരു വലിയ തവള, ഗർഭിണിയായ തവള പ്രസവിക്കണു. കോർച്ചിങ് സൺ, അല്ല നട്ടുച്ച വേനൽക്കാലത്തെ ചൂട്. അപ്പോണ്ട് ഒരു ഭണി, പാമ്പ്, അതിന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ആ തവളയുടെ അടുത്ത് വന്നിട്ട് ഭണം ഉയർത്തി കൊട പിടിച്ചു കൊടുക്കുന്നു. അസംഭാവ്യല്ലേ? കണ്ടപ്പം പിടിച്ച് ഇതിനും തവളെ, പാമ്പ്. പക്ഷെ ഇത് ഭണം വിടത്തിയിട്ട് ആ പ്രസവിക്കുന്ന തവളയ്ക്ക് സംരക്ഷണം കൊടുക്കണം കണ്ടു. അപ്പോൾ ആചാര്യസ്വാമികൾക്ക് തോന്നി ഈ സ്ഥലം അതിവ്യവും വിശേഷപ്പെട്ടതാണ്. അവിടെയാണ് ശൃംഗേരി മഠം സ്ഥാപിച്ചത്രേ. അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ഏതോ ദിവ്യസിദ്ധന്മാരുടെ സങ്കേതമാണത്. അതായത് സർവാത്മഭാവം കൈവരിച്ച ആ മഹാത്മാക്കളുടെ ആ വൈഭവം കൊണ്ട് ആ സ്ഥാനത്തെത്തുമ്പോൾ മനസ്സിലെ വിരുദ്ധ ഭാവങ്ങളൊക്കെ നീങ്ങുക. മഹാത്മാക്കളുടെ, അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്ത് എത്തുമ്പോൾ ഈ മനുഷ്യന് തന്നെ പരസ്പര വെറുപ്പും വിദ്വേഷവും മത്സരഭാവമൊക്കെ ഇല്ലാണ്ടാവും. ക്രൂരമൃഗങ്ങൾ പോലും പരസ്പര ശത്രുക്കളും വൈരികളും ആയിരിക്കും. അവർ തമ്മിൽ പോലും യാതൊരു തരത്തിലുള്ള ശത്രുതയില്ല. കണ്ടിട്ടില്ലേ നമ്മുടെ മാതൃക അച്ഛനും അമ്മമാരുടെ? ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരവും. അവരുടെ കുടുംബ ചിത്രം ശ്രീ പരമേശ്വരൻ, പാർവതി, ഉണ്ണിഗണപതി, സുബ്രഹ്മണ്യൻ. നാല് അല്ലെ, 2 ഉണ്ണികളും അച്ഛനും അമ്മയും. ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരവും. ശിവൻ പാർവതി മടി വെച്ചുകൊണ്ടിരിക്കണം.
ഒരാൾ ഉണ്ണിഗണപതി, ഒരാൾ സുബ്രഹ്മണ്യനെ അടി വെച്ചിട്ടുണ്ട്. അവർ വാഹനങ്ങൾ നോക്കൂ. ശിവന്റെ വാഹനം കാള, ഭഗവതിയുടെ വാഹനമോ സിംഹം. വളരെ ശാന്തമായിട്ടാ, പീസ്ഫുള്ളായിട്ടാ, വിരോധമില്ലാണ്ട കഴിയണം അവിടെ അല്ലേ കൈലാസത്തില്. ഇനി ഉണ്ണിഗണപതിയുടെ വാഹനമോ എലി, മൂഷികൻ. മഹാദേവന്റെ തലയിലും കഴുത്തിലൊക്കെ ബദ്ധവൈരിയായ പാമ്പുകൾ അല്ലേ. ഇനി സുബ്രഹ്മണ്യന്റെ മകന്റെ വാഹനോ മയില്. കണ്ട അപ്പതിന്റെ മയില് ഈ പാമ്പിനെ. അപ്പോ വളരെ ശസ്ത്രതയുണ്ടോ? അതാണ് ആ ആത്മജ്ഞാനത്തിന്റെ മഹത്വം കാണിക്കണത്. നിങ്ങൾ എങ്ങനെ ചിത്രം കണ്ടിട്ട് ഗുരുദേവന്റെ കുടുംബത്തില് പൂജാമുറിയിൽ ഇങ്ങനൊരു ഫോട്ടോ ഉണ്ടായിരുന്നതാണ്. ഈ ഫോട്ടോ നോക്കി ഇരിക്കലാണ് സ്വാമിയുടെ പൂജ കഴിയണ വരെയുള്ള നേരം പോക്ക്. കുട്ടിയായിരിക്കുമ്പോൾ ഇതിൻ്റെ കൗതുകം ഇങ്ങനെ നോക്കിയിരിക്കും അത്രേ. തലയിൽ ഗംഗയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ. അതൊരു ധ്യാനമായിരുന്നു എന്ന് അന്ന് അറിയില്ലായിരുന്നു കുട്ടിക്ക്. പക്ഷേ ഇതിങ്ങനെ കാണാൻ നല്ല രസം അല്ലേ. ഇങ്ങനെ ബദ്ധവൈരികൾ ഇങ്ങനെ ആനന്ദമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ക്രമേണ ആ രൂപം മനസ്സിൽ പതിഞ്ഞു. സഗുണ ഉപാസനയായിരുന്നത്, ധ്യാനമായിരുന്നത് ആയി മാറിയത്. ആട്ടെ, പിന്നീട് എവിടെ പോയാലും ഏതിൽ നേരം രാത്രിയാകുമ്പോൾ ഈ രൂപം മനസ്സിൽ വരും. ധ്യാനം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞത് അവിടെ എന്താ കാണിക്കുന്നത്? പരസ്പര വിരോധികളായ ജീവികൾ പരസ്പര സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയണം. ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പറയും. ചട്ടമ്പിസ്വാമികളുടെ ചുറ്റും സിംഹവും പുലിയും കടുവയും പശുക്കളും എന്ന് വേണ്ട എല്ലാ ജീവികളും വന്ന് ചുറ്റിയിരിക്കുന്നു. കാട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ അദ്ദേഹം മാത്രമല്ല, എല്ലാ മഹാത്മാക്കളുടെ സ്ഥിതി. തപോവനസ്വാമികൾ ഹിമാലയത്തിൽ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകണു. ഈശ്വര ദർശനം വായിച്ചു നോക്കുക, പറയാം. അതിങ്ങനെ പോണ സമയത്തൊന്നുമില്ല, ഇങ്ങനെ കാൽനടയായിട്ട് ചെരുപ്പ് പോലും ഇല്ലാണ്ട് പോവുക. എപ്പോൾ എവിടെ എത്തുന്നൊന്നും നിശ്ചയമൊന്നുമില്ല. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണം വന്നാൽ അവിടെ ഇരിക്കും. ഈ നേരം ഇന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങി വരും, പിന്നെ നടന്നു പോകും. അങ്ങനെ പോകുന്ന സമയത്താണ് ആ ഒരു കരടി അല്ലെ പുലി ചാടി വീണു. ഗർജനം കേട്ടു. യോ ദേവ യാദേവി സർവഭൂതേഷു, എല്ലാ ചരാചരങ്ങളിലും ആ ചിതിരൂപേണ മാതൃരൂപേണ ഒക്കെ ഇരിക്കണത് ഏതൊരു അമ്മയാണോ ഏതൊരു ഭഗവാനാണോ ആ ഭഗവാനെ ചരാചരങ്ങളിൽ മുഴുവൻ ദർശിച്ച ആൾ അദ്ദേഹം. തപോവനസ്വാമികൾ. തപോവനസ്വാമികളുടെ ഈശ്വര ദർശനം കാണുന്ന എല്ലാം ഈശ്വരനെ കാണും അദ്ദേഹം. യാദേവോ സർവഭൂതേഷു. ഈ കടുവയില് ഗർജരി ഊർജീവൻ വനാന്തരേ നമസ്തസ്മൈ നമസ്തസ്സേ എന്നിട്ട് വീണ് നമസ്കരിച്ചു, തൊഴുത് നമസ്കരിച്ചു. അത് സ്വാമിയുടെ കാൽക്കൽ വീണിട്ട് 3 പ്രദക്ഷിണം ചെയ്ത് കാൽക്ക മണത്തു. നമസ്കരിക്കാൻ അങ്ങനല്ലേ പറ്റുള്ളൂ. പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ കരടി കടുവ പുലി അത് വട്ടത്തിൽ ചുറ്റി കാല് വന്ന് മണത്തിട്ട് അത് അതിൻ്റെ പാട്ടിന് പോയി. ഒന്നും ചെയ്തില്ല. എന്താ കാരണം? അവരെ മനസ്സിൽ ആ ജീവിയിലും ഈശ്വരനെ കാണുക. ഇതാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ മഹിമ ഭാഗവതം നടത്താൻ നാരദിന് പറഞ്ഞു കൊടുത്ത സ്ഥലം ഏതാ? രമ്യമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഏകാന്തമായ പ്രദേശമാണത്. പോരാ, സമീപസ്ഥ ജീവാനാം ചേതസി വൈരം നസ്ഥിതം. അവിടെയും അതിൻ്റെ ചുറ്റുപാടുള്ള ജീവികളുടെ ഒന്നും മനസ്സിൽ വെറുപ്പില്ല, വൈരഭാവമില്ല, വിദ്വേഷഭാവമില്ല, സ്നേഹഭാവമാണ്. അത്രത്തോളം മാഹാത്മ്യമുണ്ട് ആ സ്ഥലത്തിന്. അവിടെ വച്ച് ഞാൻ നടത്താമെന്ന് പറഞ്ഞു. പുരസ്ഥം നിർബലം ജൈവ ജരാജീർണകളേവരം തദ്വയഞ്ച പുരസ്കൃത്യ ഭക്തി തത്ര ആഗമിഷ്യതി. എന്നിട്ട് പറഞ്ഞു, ജരാനരകൾ ബാധിച്ച് ജീർണിച്ച ശരീരത്തോടുകൂടി എഴുന്നേൽക്കാനും നടക്കാനും കഴിവില്ലാതെ മുമ്പിൽ കിടന്ന് ബോധം കെട്ട് ഉറങ്ങണമല്ലോ ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിദേവിയുടെ. ആ ജ്ഞാനവൈരാഗ്യന്മാരാകുന്ന 2 കുട്ടികളോടുകൂടി അവരുടെ വാർദ്ധക്യമൊക്കെ പോയി യൗവനയുക്തന്മാരായി ആ ഭക്തിദേവി സന്തോഷത്തോടുകൂടി അവിടെ ഭാഗവതം നടക്കുന്ന സമയത്ത് അവിടെ എഴുന്നള്ളും എന്നും പറഞ്ഞു. എത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്തിയാധികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. പറയണു, എവിടെ ഭാഗവത വായനയോ പ്രഭാഷണമോ അല്ലെങ്കിൽ സപ്താഹമോ നടക്കുമോ അവിടെയൊക്കെ ഇവർ 3 പേരും എത്തുമത്രേ. ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ. എങ്ങനെ? എവിടെ നമുക്കറിയാലോ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എവിടെ രാമായണം വായിക്കോ അവിടെ ഹനുമാൻജി സൂക്ഷ്മ രൂപത്തിലുണ്ടാവുന്നു അല്ലേ? രാമായണം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹനുമാൻജി വന്ന് മുമ്പിലിരുന്നു. വായന കഴിഞ്ഞാലോ അവിടുന്ന് ആരും കണ്ട് പോവുകയും ചെയ്യും. ഇതുമാതിരി എവിടെ ഭാരത വായന നടക്കുമോ, മഹാഭാരതം, അവിടെ അശ്വത്ഥാമാവ് വരുന്ന പറയാം സൂക്ഷ്മ രൂപത്തിൽ വായ കഴിയുമ്പോൾ പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഐതിഹ്യമുണ്ട് അല്ലേ? ഇതുപോലെ ശ്രീമദ് ഭാഗവതം എവിടെയാണോ പാരായണമോ ശ്രവണമോ കീർത്തനമോ നടക്കുന്നത്
അവിടെ ഈ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി സാന്നിധ്യം ചെയ്യും. കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. ആ ഭാഗവത ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, കഥാശബ്ദം കേട്ടാൽ അവർ 3 പേരും വരുന്നു മാത്രമല്ല, അവർ യൗവനയുക്തരായി ഭവിക്കും, അവരെ കഷ്ടമൊക്കെ തീരും. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യം. ഇങ്ങനെ പറഞ്ഞിട്ട് നാരദരും സനാദി മഹർഷിമാരും കൂടി നേരെ ഈ ഹരിദ്വാറിൽ ഈ പറഞ്ഞ ആനന്ദമെന്ന് പേരായ ഘട്ടിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴേക്കും ഇതാ ഇവിടെ അങ്ങനെ ഭാഗവത യജ്ഞം നടക്കാൻ പോണു എന്ന് അറിഞ്ഞ് എത്രയെത്ര അത് കേൾക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ അവിടെ വന്നു കൂടിയിരുന്നു. എല്ലാവരും സന്തോഷസൂചകമായിട്ടുള്ളതായ ശബ്ദങ്ങളുണ്ടായി അവിടെ. ശ്രീ ഭാഗവത പീയൂഷപാനായ, ഭാഗവതാമൃതം പാനം ചെയ്യാൻ വേണ്ടി രസലംബടാഹ, എൻ്റെ രസം അറിയുന്ന ആൾക്കാർ ധാവന്തോപി ആയു, തരയോടുകൂടി ഭാഗവത രസം ആസ്വദിക്കാനുള്ള കൊതിയോടുകൂടി കൂട്ടമായിട്ട് അവിടെ ഭക്തന്മാർ വന്നു ചേർന്നു. വൈഷ്ണവന്മാര്. ആരൊക്കെ ഭക്തന്മാർ വന്നു? വലിയ വലിയ ഭക്തന്മാരാ, മഹർഷിമാരാ വന്ന്. ഭൃഗു വസിഷ്ഠ ച്യവനശ്ച ഗൗതമോ മേധാതിഥിർ ദേവല ദേവരാദൗ രാമസ്തദാ ഗാദിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്ര അത്രിജ പിപ്പലാദാഹ. സ്മരണ മാത്രം കൊണ്ട് നമ്മുടെയൊക്കെ പാപം നശിപ്പിക്കും ഇവരെന്ന് ഓർത്താൽ മതി, സ്മരിച്ചാൽ മതി, അത്ര നല്ലതാ വേഗം പാപം പോവാൻ. യോഗേശ്വരോ വ്യാസ പരാശരൗജ ഛായാശുകോ ജാജലി ജന്നുമുഖ്യാഹ സർവേപ്യമീ മുനിഗണ സഹപുത്ര ശിഷ്യാഹ സ്വസ്ത്രീഭിഃ ആയയുഃ അതിപ്രണയേന യുക്താഃ. ആരൊക്കെ വന്നു എന്നും എങ്ങനെ അവർ വന്നു എന്നും പറയാം. ഭൃഗുമഹർഷി, വസിഷ്ഠ മഹർഷി, ചവന മഹർഷി, ഗൗതമൻ, വേദാദിതി, ദേവല മഹർഷി, യാജ്ഞവൽക്യ മഹർഷി, പരശുരാമൻ, വിശ്വാമിത്രൻ, ശാകലൻ, മാർക്കണ്ഡേയൻ, ദത്താത്രേയൻ, വാമദേവർഷി, ഭാഗവതം എഴുതി വേദവ്യാസൻ, അത് പ്രചരിപ്പിച്ച ശുകാചാര്യൻ, വ്യാസന്റെ അച്ഛനായ പരാശരൻ, നോക്കൂ, ജാജലി, ജന്നു മഹർഷി, ഇങ്ങനെയുള്ള മഹർഷിമാര് പോരാ. അവരെങ്ങനെ വന്നു? മക്കളോടും ശിഷ്യന്മാരോടും അവരെ ഭാര്യമാരോടും കൂടി വന്നു. അത്രേ. മഹർഷിമാരവരെ ഭാര്യമാരുണ്ട്, കുട്ടികളുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്, എല്ലാവരെയും കൂട്ടി വന്നു. സ്വസ്ത്രീഭി അവരവരെ പത്നിമാരോടുകൂടി. സഹപുത്രശിഷ്യാഹ, മക്കളെയും ശിഷ്യന്മാരെ കൂട്ടിയിട്ട് വന്നു. അതിനാ ലോകത്തിന് ഇങ്ങനെ ആണ് അവർ സൽസമ്പ്രദായം പഠിപ്പിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രം പോയാൽ പോരാ, മനസ്സിലായോ? ഭാര്യയും കുട്ടികളെയും കുടുംബം ഭാഗവതം കേൾക്കണമെന്ന് മനസ്സിലായോ? നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത്ര എടുത്തുനിന്ന് വരില്ല. മഹാത്മാക്കളുടെ അടുത്ത് കൊണ്ടുപോയാലോ, കുട്ടികളെയും കൊണ്ടിരുത്തിയാലോ പോയാലോ, അവരെന്ത് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസം വരും, ശ്രദ്ധയുണ്ടാവും. ശരിയോ? അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല അവർക്കും ശ്രേയസ്സിലുള്ള മാർഗം കാട്ടിക്കൊടുക്കണം, അവരും സംസാരത്തിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്. ഇങ്ങനെയാണ് ആ മഹർഷിമാരൊക്കെ വന്നത്. ആ മഹർഷിമാരും ഭക്തന്മാരും മാത്രമല്ല വന്നത്, വേദാന്താനിജ വേദാശ്ച മന്ത്രതന്ത്ര സമൂർത്തയ ദശസപ്തപുരാണാനി ഷഡ്ശാസ്ത്രാണി തഥായു. ആരൊക്കെ വന്നു? വേദാന്ത ശാസ്ത്രങ്ങൾ വരുമോ? ഇതിനൊക്കെ ദേവതകളുണ്ട്. ഇത് ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ദേവതകൾ എന്നർത്ഥം. വേദാന്ത ശാസ്ത്രം എന്നാലോ ഉപനിഷത്തുകൾ. ശ്രുതിദേവതകൾ വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രുതിദേവതകൾ, മന്ത്രത്തിൻ്റെ ദേവതകൾ, തന്ത്രദേവതകൾ, 17 പുരാണങ്ങളുടെ ദേവതകൾ, 6 ശാസ്ത്രങ്ങൾ, ഷഡ്ശാസ്ത്രങ്ങൾ, അതിൻ്റെ ദേവതകൾ, ഗംഗ അവിടെ തന്നെയുണ്ട്, മറ്റുള്ള നദികളുടെയൊക്കെ ദേവതകൾ, പുഷ്കരം മുതലായിട്ടുള്ളതായ സരസ്സുകൾ. പുഷ്കരം അതല്ല, തടാകമാണ് രാജസ്ഥാനിലെ പുഷ്കരം, ബ്രഹ്മാവിൻ്റെ സ്ഥാനം. ക്ഷേത്രങ്ങൾ, കാശി മുതലായ പുണ്യക്ഷേത്രങ്ങൾ, ദണ്ഡകാരണ്യം മുതലായിട്ടുള്ള ദിവ്യവനങ്ങൾ, അവരുടെയൊക്കെ ദേവതകൾ അവിടെ ഭാഗവതം കേൾക്കാൻ വന്നു. പർവ്വതദേവതകൾ, നഗാദയ, പർവ്വതദേവതകൾ, ദേവന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, ഇങ്ങനെ അവരുടെയൊക്കെ ദേവതകളും ഈ ദേവന്മാരും ഒക്കെ ഈ അവളെ ഭാഗവതം കേൾക്കാനായിട്ട് വന്നു ചേർന്നു. ഗുരുത്വാ തത്ര ന ആയാതാൻ ഭൃഗു സംബോധ്യ ജാനയത്. വളരെ വിശേഷപ്പെട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞു. എന്ത്? ലോകഗുരുവായ ഭൃഗുമഹർഷി എന്ത് ചെയ്തു? ചില ആൾക്കാർക്ക് ഈ ഭാഗവതത്തിന്റെ മഹിമയൊന്നും അറിയില്ല, ഇല്ലെങ്കിൽ അലസന്മാരാണ്, മന്ദന്മാരാ, അതുകൊണ്ട് പോവാണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. എന്താ അവർ വരാണ്ടിരുന്നത്? പറയണു, പല വിഷയങ്ങളിലും ആസക്തരായി കഴിയാണ് അവർ, കുടുങ്ങി കിടക്കുകയാണേ. അപ്പം അവർക്കൊക്കെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് ശ്രേയസ് ഉണ്ടാവുക? അതുകൊണ്ട് ഇങ്ങനെ ഒരു അസുലഭമായിട്ടുള്ള സന്ദർഭം ഉണ്ടായതാ, അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിയിട്ട് വന്നു. എന്നിട്ട്
അങ്ങനെ നിങ്ങളുടെ ജന്മം സഫലാക്കിൻ എന്നുള്ള നിലയിൽ അവരെയും കൊണ്ടുവന്നു. എന്താ അത് പഠിപ്പിക്കണത്? ഇങ്ങനെ വേണം നമ്മളെന്ന് മനസ്സിലായോ? നമ്മൾ ഭാഗവത സപ്താഹം കേൾക്കാൻ കൊണ്ടുവന്ന അറിയുന്നവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോകണം. വീട്ടിലുള്ളവരെ മാത്രമല്ല, നാട്ടിലുള്ള ആൾക്കാരും എത്ര ആൾക്കാരുണ്ട് ഇതെന്ന് അറിയാതെ വരൂ നിങ്ങളൊന്ന് വന്ന് നോക്കിൻ, കുറച്ച് നേരത്തെ കേട്ട് നോക്കിൻ, ഇങ്ങനെ പറഞ്ഞ് കൂട്ടിയിട്ട് പോകണം. കാരണം നമുക്കവരെ മാറ്റാൻ പറ്റില്ല, പക്ഷെ അവരവിടെ വന്ന് കേട്ട് കഴിഞ്ഞാൽ അവരിൽ മാറ്റം ഉണ്ടാവേ. ഭാഗവതത്തിൻ്റെ മഹിമ കൊണ്ട് അങ്ങനെയാണ് വന്നത്. നാരദ മഹർഷി അവിടെ വന്നിരുന്ന എല്ലാവർക്കും ബഹുമാന സൂചകമായിട്ട് ആസനങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരെയും നമസ്കരിച്ചു. ഭക്തന്മാരൊക്കെ ഇരുന്നു. ഓരോരുത്തർക്കും അവരുടെ ഇതനുസരിച്ച് സീറ്റ് കൊടുക്കുന്ന ഏറ്റവും മുമ്പിൽ നാരദ മഹർഷി. കഥ പറയാൻ പീഠത്തിൽ ധനകാദികൾ. നാരദ മഹർഷിയുടെ പുറകിൽ ഭഗവത് ഭക്തന്മാര്, വൈഷ്ണവന്മാര്, പിന്നെ വിരക്തന്മാര്, പിന്നെ സന്യാസിമാര്, പിന്നെ അതിൻ്റെ പുറത്ത് ബ്രഹ്മചാരിമാര്, വേറൊരു ഭാഗത്ത് ഋഷിമുനികൾ പ്രത്യേകം, വേറൊരു ഭാഗത്ത് ദേവഗന്ധർവ കിന്നരാദികൾക്ക് പ്രത്യേക സ്ഥാനം, അതുപോലെ വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ ദേവതകൾക്ക് വേറെ ഒരു പ്രത്യേക സ്ഥലം, തീർത്ഥങ്ങൾക്ക് ദേവതകൾക്ക് പ്രത്യേക സ്ഥലം, സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേക സ്ഥലം, ഇതൊക്കെ പറഞ്ഞിക്കുക. അന്നേ ഇങ്ങനെയൊക്കെ വേണം സംവിധാനം ചെയ്യാൻ എന്നാണ് പഠിപ്പിക്കണേ. മനസ്സിലായി? അതായത് അങ്ങനെ നടത്തുന്ന സമയത്ത് എല്ലാ സംവിധാനവും ചെയ്യണം. ഓരോരുത്തർക്കും പ്രത്യേകം അവരവരുടെ അർഹതയ്ക്കനുസരിച്ച് അവർക്ക് അങ്ങനെ പ്രത്യേകം ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുക്കണം. ഏകഭാഗേ ഋഷിഗണാഹ, ഒരു ഭാഗത്ത് ഋഷിഗണമായിരുന്നു, വേറൊരു ഭാഗത്ത് ഓരോരോ ദേവതകൾ വന്നിരുന്നു. എല്ലാവരും നമശബ്ദവും ജയശബ്ദം മുഴക്കി ആനന്ദത്തെ പ്രകടമാക്കി. അതുപോലെ അതിൻ്റെ മുകളിൽ പുഷ്പവൃക്ഷങ്ങളൊക്കെ ചെയ്തു. ആകാശത്തിൽ വിമാനാനി സമാരുഹ്യ, വിമാനങ്ങളിൽ കയറിക്കൊണ്ട് ദേവനായകന്മാരൊക്കെ വന്ന് കൽപ്പവൃക്ഷത്തിലെ പൂ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇത്ര പുണ്യകാര്യം നടക്കാൻ പോണ കണ്ടിട്ട്. അതിനുശേഷം സൂതം പറയാ ശൗനകാദികളോട്, ഏവം തേഷു ഏകചിത്തേഷു, എല്ലാവരും ഏകചിത്തത്തിൽ ഒരേ വിഷയത്തിൽ ആ ഭാഗവതാമൃതം പാനം ചെയ്യണം, ഭാഗവത അസുലഭമായിട്ടതായ ഭഗവത് കഥ കേൾക്കണം എന്നുള്ള ഏകചിന്തയോടുകൂടി ഇരിക്കണ സമയത്ത് മാഹാത്മ്യമൂചിരേ സ്പഷ്ടം, മഹാത്മാക്കളായ സനകാദികള് നാരദനെ മുൻനിർത്തിക്കൊണ്ട് ഈ ആൾക്കാരോട് ആ ശ്രീമദ് ഭാഗവത്തിന്റെ മാഹാത്മ്യം സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുത്തു. കുമാരാവൂജു, സൽകുമാരന്മാർ പറഞ്ഞു, അതരേ സംപ്രവക്ഷ്യാമോ മഹിമാ ശുഖശാസ്ത്രജഹം യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിതാം. ഈ ഭാഗവത്തിന്റെ മഹിമ ഒരൊറ്റ വാക്കി പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്താ? മുക്തികരതലേ, ഉള്ളം കയ്യിൽ വെച്ച നെല്ലിക്ക പോലെ നിങ്ങൾക്ക് മുക്തി അനുഭവിക്കാം, മുക്തി കിട്ടും ഈ ഭാഗവതം കേട്ടാൽ. ഇപ്പം എന്ത് വേണം? യസ്യ ശ്രവണം മാത്രേണ, ഏതൊരു ഭാഗവതവും കേൾക്കുമോ നിങ്ങൾ, ഭാഗവതത്തിന്റെ ശ്രവണം കൊണ്ട് മുക്തി ഉള്ളം കൈ വെച്ച നെല്ലിക്ക പോലെ, പഴം പോലെ സുലഭമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാറാവും. അതുകൊണ്ട് സദാസേവ്യ, നിരന്തരം കേൾക്കൂ, എപ്പോഴും കേൾക്കൂ, എപ്പോഴും ഭാഗവതം പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കൂ. ഭാഗവതി, ശ്രീമദ് ഭാഗവതി കഥ സർവശ്രേയസിനെയും തന്നെ അനുഗ്രഹിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. യസ്യാഹ ശ്രവണമാത്രേണ, എന്താ ഈ ഭാഗവതത്തിന്റെ മഹിമ? ഈ ഭാഗവതം കേട്ടുകൊണ്ടിരുന്നാൽ, പറഞ്ഞുകൊണ്ടിരുന്നാൽ ഹരി ചിത്തം സമാശ്രയേത്, അവന്റെ ഹൃദയത്തെ, കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും ഹൃദയത്തെ ഭഗവാൻ ശ്രീഹരി പോയി ആശ്രയിക്കും. നോക്കണം, ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമാണ്. ഭഗവാനെ ആശ്രയിച്ച ഞാനും നിങ്ങളും ഈ ലോകം നിൽക്കണത് അല്ലേ? ആ ഭഗവാൻ ഈ ഭക്തന്റെ ഹൃദയത്തെ വന്ന് ആശ്രയിക്കുന്നു പറഞ്ഞാലോ? ആശ്രയിക്കുന്ന മാത്രമല്ല, സമാശ്രയം എന്ന് പറഞ്ഞാൽ സമ്യക് ആശ്രയം, നല്ലോണം വെച്ചാൽ പിന്നെ ഒരിക്കലും ആ മനസ്സിൽ ഹൃദയത്തിന് പോവില്ല. ഭാഗവത ശ്രവണം ചെയ്യുന്ന ഭക്തന്മാരുടെ മനസ്സിൽ ഭഗവാൻ വന്നിരിക്കും, പിന്നെ ഭഗവാൻ അവിടുന്ന് പോകില്ല. എന്താ അതിൻ്റെ അർത്ഥം? ആരാണ് ഹരി? ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവാണ്. ഹരി ദേഹഭൃതാം ആത്മാ എന്നാണ് ഭാഗവതം പറയുന്നത്. എല്ലാവരുടെയും ചിത്തസ്ഥിതനായി ഹൃദയത്തിലിരിക്കുന്ന ആ ആത്മസ്വരൂപനാണ് ഭഗവാൻ ഹരി. ആ ആത്മസ്വരൂപനായ ഹരി പരമാനന്ദ സ്വരൂപനാണ്. അപ്പൊ ആ ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന പറയുന്ന അർത്ഥം, യോഗികള് നിർവികൽപ്പ സമാധിയൊക്കെ പരിശീലിച്ചിട്ട് എന്തൊരു ആനന്ദമാണോ ഉള്ളിൽ അനുഭവിക്കുന്നത്, ആ പരമാനന്ദം, ഈശ്വരാനന്ദം ഈ ഭാഗവത ശ്രവണം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഭാഗവതം ഒന്നുകൊണ്ട് മാത്രം അനുഭവപ്പെടും എന്നർത്ഥം. എന്താപ്പോ ആ ആനന്ദം അനുഭവപ്പെടാൻ തടസ്സം? ആ ആനന്ദം ആത്മസ്വരൂപമാണ്, ആ ആത്മ ഭഗവാനാണ്. ആ ഭഗവാനും ആനന്ദവും ഇപ്പോഴും ഉള്ളിൽ, നമ്മുടെ ഉള്ളില് ഉണ്ട്. പക്ഷെ അത് തടയപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ മറയപ്പെട്ടിരിക്കണം. എങ്ങനെ? കാമാദി വൃത്തികളെ കൊണ്ട്. പലതരത്തിലുള്ള വിഷയവൃത്തികളുണ്ടല്ലോ, ചിന്തകളുണ്ടല്ലോ.
ആ വിഷയചിന്തകളും ആ ചിന്തകളോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ച് പോകുമ്പോൾ എന്തായി, നമ്മൾ ആ സത്യസ്വരൂപനിൽ നിന്ന്, ആത്മസ്വരൂപിൽ നിന്ന് ആനന്ദസ്വരൂപത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോവുക. ആ ചിത്തവൃത്തികളൊക്കെ ഈ ഭാഗവത ശ്രവണത്തിൽ ഇല്ലാണ്ടാവും. അങ്ങനെ ചിത്തവൃത്തികളൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞാലോ മനസ്സ് ആനന്ദസ്വരൂപനായ ഹരിയിൽ, ഭഗവാനിൽ വിലയിക്കും. അങ്ങനെ ആ ആനന്ദാനുഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ശസ്യശ്രവണ മാത്രേണ, ഈ ഭാഗവത ശ്രവണം ചെയ്താൽ ഹരി ചിത്തം സമാശ്രയിൽ, ഹരി അവരുടെ ചിത്തത്തെ ആശ്രയിക്കുന്നു പറഞ്ഞത്. ഇനി ഹരി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാമാദി വൃത്തികളെ ഹരിക്കാൻ, നശിപ്പിക്കാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഹരിശബ്ദ പ്രയോഗം. അതിന് കാരണമായ വാസനകൾ, ദുർവാസനകൾ, ഇതിനൊക്കെ ഇല്ലാതെ ശാന്തി തരും. ചുരുക്കം പറഞ്ഞാൽ ഭാഗവത ശ്രവണം ചെയ്യുന്ന ശ്രോതാക്കളുടെ മനസ്സിനെ അന്യവിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ ഉറപ്പിക്കാനുള്ള ദിവ്യശക്തി ഈ ശ്രീമദ് ഭാഗവതത്തിനും അതിലെ കഥകൾക്കുമുള്ള പോലെ വേറെ ഒന്നിനുമില്ല. അതുകൊണ്ട് ഇത് നിരന്തരം സേവിച്ചു കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അതാ. പിന്നെ എത്ര ദിവസം കൊണ്ട് കേൾക്കാമെന്നൊന്നുമില്ല, എപ്പോഴും കേൾക്കാം. 18,000 ശ്ലോകമാണ് ഇതിലുള്ളത്. ഗണ്ടു അഷ്ടാദശസഹസ്ര ശ്ലോകം എന്ന് പറഞ്ഞാൽ ഭാഗവതം നോക്കിയാൽ പലപ്പോഴും എല്ലാം ശ്ലോകമല്ല, ഗദ്യമുണ്ട്, പദ്യമുണ്ട്. ഇവിടെ ഗ്രന്ഥം എന്നാ പറഞ്ഞത്. 18,000 ഗ്രന്ഥങ്ങളോടും 12 സ്കന്ധങ്ങളോടും കൂടിയിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷിൽ ശുഖസംവാദ, പരീക്ഷിത്ത് മഹർഷിയും ശ്രീശുഖ ബ്രഹ്മർഷിയും തമ്മിൽ നടന്ന ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഭാഗവതം കേൾക്കാത്തോടത്തോളം കാലേ ഒരാൾക്ക് അജ്ഞാനമുള്ളൂ, അതിൻ്റെ ഫലമായിട്ട് ജനിച്ചും മരിച്ചും സംസാരത്തിൽ കറങ്ങി നടക്കേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞാലോ, താവൽ സംസാരചക്രേസ്മിൻ ഭ്രമതേ അജ്ഞാനതപ്പുമാൻ യാവൽ കർണകഥാനാസ്തി ശുഖശാസ്ത്രകഥാക്ഷണം. എപ്പോ ശ്രീമദ് ഭാഗവത ശ്രവണത്തിലുള്ള ഭാഗ്യം കിട്ടുമോ അത് തന്നെയാണ് നമ്മുടെ ഈ സംസാരത്തിലെ ഭ്രമണം അവസാനിപ്പിക്കാനുള്ള ഉപായം. ഏതുവരെ ഈ ഭാഗവതം കേൾക്കുന്നില്ലയോ അതുവരെ നമ്മൾ ആത്മാവിനെ മറന്ന് ശരീരത്തെ ഞാനെന്ന് വിചാരിച്ച് അജ്ഞാനത്താൽ ഈ കാമകർമ്മങ്ങളിൽപ്പെട്ട് ആ കർമ്മവാസന അനുഭവിക്കാൻ കറങ്ങന്നെ. അപ്പം ഭാഗവതം കേൾക്കാത്തോടത്തോളം കാര്യമുള്ളൂ അവന് അജ്ഞാനത, അജ്ഞാനം കൊണ്ട് ആത്മസ്വരൂപത്തെ അറിയാത്ത ദോഷനിമിത്തം ഈ ദേഹാദികളിലെ അഭിമാനവും വിഷയാസക്തിയും അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ജനനമരണങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. ഭാഗവതം കേട്ടാൽ ഒറ്റയടിക്ക് ഇല്ലാണ്ടായി. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. അപ്പോൾ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടണമോ, അജ്ഞാനത്തെ നിന്ന് മോചനം നേടണമോ, എന്ത് ചെയ്താൽ മതി? ഭാഗവതം ക്ഷമിച്ചാൽ മതി. എന്നിട്ട് ചോദിക്കണു, കിം ശ്രുതൈർ ബഹുവിശാസ്ത്രൈഹി പുരാണൈശ്ച ഭ്രമാവഹൈഹി ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. 18 പുരാണങ്ങളുണ്ട്. ഓരോ പുരാണം വായിച്ചു തീർക്കാൻ ആരെക്കൊണ്ടാവും അല്ലേ? 4 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. പറഞ്ഞു, ആൾക്കാരിൽ ഭ്രമമുണ്ടാക്കുന്ന അനേക ശാസ്ത്രങ്ങൾ, അനേകം പുരാണങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെ എന്തിനാ പോണേ? ഇതൊക്കെ കേൾക്കണേൻ്റെ പ്രയോജനം എന്താ? എന്ത് പഠിക്കുന്നതും ഈ അജ്ഞാനം നീങ്ങാനും സംസാരത്തിന് മോചനം നേടാനുമാണ് അല്ലേ? അത് ഈ ശ്രീമദ് ഭാഗവതം ഒന്നുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് തരാമെന്ന് ഭാഗവതം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു. മുക്തിദാനേന ഗർജതി. ഭാഗവതം ഒന്ന് തന്നെ നിങ്ങൾക്ക് മുക്തിയെ തരാൻ പര്യാപ്തമാണ്, സമർത്ഥമാണെന്ന് ഉദ്ഘോഷിക്കുന്നു. അതാ എളുപ്പത്തിൽ, അനായാസേന. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, ഭുക്കുരിയോ മുക്തിയോ തരാൻ സമർത്ഥമായിട്ട് ഈ ഭാഗവതം ഇരിക്കുമ്പോൾ ഈ ഭാഗവതത്തെ ആശ്രയിക്കാതെ മറ്റ് ഗ്രന്ഥങ്ങളുടെ പുറകെ എന്തിനു പോകണം എന്ന് ചോദിക്കുക. അതെന്തിനാ? ഭാഗവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവാനും ഭാഗവത്തെ മുറുകി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായോ, ഭാഗവത്തെ തന്നെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാവനാശനം. പറയണു, എവിടെയാണോ ഈ ശ്രീമദ് ഭാഗവതം നിരന്തരം പാഠവും വായനയും വ്യാഖ്യാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഗൃഹം അഥവാ ആ സ്ഥലം, ഗൃഹമായാലും ശരി, സ്ഥലമായാലും ശരി, ആശ്രമമായാലും ശരി, എന്തായാലും ശരി, അതെന്താവും, ക്ഷേത്രമായാലും അത് തീർത്ഥസ്ഥലമായി മാറും. എല്ലാവരെയും തീർത്ഥീകരിക്കുന്നത് ആരാ? തീർത്ഥീകുർവന്തി തീർത്ഥാനി ശാസ്ത്രീകുർവന്തി ശാസ്ത്രാണി. ശാസ്ത്രങ്ങൾക്ക് പ്രാമാണികത കൊടുക്കുന്നത്, അതോറിറ്റി കൊടുക്കുന്നതും സാധാരണ സ്ഥലങ്ങളെ തീർത്ഥസ്ഥലമാക്കി മാറ്റുന്നതും മഹാത്മാക്കളാണ് അല്ലേ? ആ മഹാത്മാക്കളുടെ ജീവിതമാണ് ഭാഗവതം അല്ലേ? ആ മഹാത്മാക്കൾക്ക് പോലും ആ ആത്മാവായ ഭഗവാന്റെ മഹിമയാണ് ഈ ഭാഗവതം പാടുന്നത്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം നിരന്തരം പാരായണം നടക്കുന്ന സ്ഥലം പുണ്യതീർത്ഥമായി മാറും. പുണ്യതീർത്ഥത്തിൽ പോയാൽ പിന്നെ നമുക്ക് പാപമില്ലല്ലോ അല്ലേ? അപ്പോൾ ഭാഗവതം എന്നത് ഒരു വലിയ തീർത്ഥമാണ്.
അവിടെ വസിക്കുന്ന ആൾക്കാരുടെ വസതാം പാപനാശനം. അപ്പം ദിവസം ഭാഗവതം വായിക്കുന്നവർക്കും ആ ഭാഗവത ഉള്ളിടത്ത് താമസിക്കുന്നവരുടെയും പാപമൊക്കെ ഇല്ലാണ്ടാവും. ആ വീട്ടിലും ദിവസം ഭാഗവതം വായിച്ചാൽ അത് തീർത്ഥസ്ഥലവും അവിടെയുള്ളവരുടെ പാപം തീരും. അതാ പറഞ്ഞ താല്പര്യം. അതും പോരാ, അശ്വമേധ സഹസ്രാണി വാജപേയ ശതാനിജ. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുകയാണല്ലോ. ഇപ്പോൾ മാഹാത്മ്യം പറഞ്ഞു തരുമെന്ന് നാരദൻ പറഞ്ഞുല്ലോ. നാരദൻ ഒറ്റയ്ക്കൽ എത്ര ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ അടുത്ത് വരില്ല ഈ പറയണ അശ്വമേധം വാജപേയം മുതലായ യാഗങ്ങളൊക്കെ നടത്തിയാലുള്ള മാഹാത്മ്യം. നോക്കണം, സഹസ്രം അശ്വമേധം, 1000 അശ്വമേധയാഗം നടത്തുക, 100 വാജപേയം, 100 വാജപേയയാഗം നടത്തുക. എന്നാൽ അതിൻ്റെ മാഹാത്മ്യം എത്രയുണ്ട്? ഷോഡശീം ന അർഹന്തി. ശ്രീമദ് ഭാഗവത കഥയുടെ മാഹാത്മ്യത്തിൻ്റെ 16 പോലും ആവില്ല. നോക്കൂ. അപ്പം ഈ 100 കണക്കിന് വാജപേയം, 1000 കണക്കിന് അശ്വമേധം മുതലായ യാഗങ്ങളൊക്കെ നടത്തുന്നതിനേക്കാളും വലിയ യജ്ഞമാണെന്ത്? ഭാഗവത യജ്ഞം. പോരാ, താവൽ പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാഹ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈഹി. ഏതുവരെയാണ് ഈ പാപപക്ഷികൾ ഈ മനുഷ്യ ശരീരമാകുന്ന വൃക്ഷത്തില് കൂടുകൂട്ടിക്കൊണ്ടിരിക്കുക? ഈ മരങ്ങളിൽ പക്ഷികൾ കൂടുകൂട്ടൂലോ. അതുപോലെയാണത്രേ ഈ മനുഷ്യ ശരീരത്തിന് വൃക്ഷത്തോട് നോമിക്കുക, പറവകൾ വന്ന് കൂടുകൂട്ടു അത്രേ രാമകൃഷ്ണദേവൻ പറയുക. എത്ര കാലമാണ് ഇതിലുണ്ടാവുക? എന്താ പാപം കൂടുകൂട്ടിയാലുള്ള കുഴപ്പം? ദുഃഖം അനുഭവിക്കേണ്ടി വരും, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ശരിയല്ലേ? പാപത്തിന്റെ ഫലം ദുഃഖമാണ്. താവത്, അത്രത്തോളം കാലം, യാവത്, ഏതുവരെ ഭാഗവതം കേൾക്കാൻ ഇടവരുന്നില്ലയോ അതുവരെ മാത്രമാണത്രേ നമ്മിൽ പാപമുണ്ടാവുള്ളൂ എന്ന്. മനസ്സിലായോ? ഭാഗവതം കേട്ടാലോ അവൻ്റെ പാപത്തെ അത് മുഴുവൻ നീക്കിക്കളയും. പിന്നെ അവനിൽ പാപം ബാക്കി നിൽക്കില്ല, പാപങ്ങൾക്ക് ശക്തിയില്ല എന്നർത്ഥം. ന ഗംഗ ന ഗയ കാശി പുഷ്കരം ന പ്രയാഗകം ശുഖശാസ്ത്ര കഥായാശ്ച ഫലേന സമതാം നയേത്. ഗംഗ മുതലായ പുണ്യനദികളില്ലേ, അതിൽ പോയി സ്നാനം ചെയ്യാം. ഗയയിൽ ശ്രാദ്ധം വളരെ വിശേഷമാണ്. കാശി മരത് മുക്തിക്കരത് എന്നാണ്. കാശി മരിച്ചാൽ മുക്തി കിട്ടുന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കാശി. പുഷ്കരം, വലിയ പുഷ്കരണിയാണ് അവിടെ, തടാകം, ബ്രഹ്മാവിൻ്റെ സ്ഥാനം, ബ്രഹ്മാവ് തപസ് ചെയ്ത് യാഗം നടത്ത സ്ഥലം. പ്രയാഗം, തീർത്ഥരാജൻ എന്നാണ് പ്രയാഗിനെ പറയാം. മനസ്സിലായില്ലേ? ത്രിവേണി സംഗമസ്ഥാനം. ഇങ്ങനെയുള്ള പുണ്യനദികളിൽ കുളിച്ചാൽ പോലും ശ്രീമദ് ഭാഗവതം ശ്രവണത്തിന് തുല്യമാവില്ല. അതിനേക്കാളും മഹിമയാണ് ഭാഗവതത്തിനുള്ളത്. പോരാ, ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം വാ ഭാഗവതോത്ഭവം പടസ്വ സ്വമുഖേന ഇവ യദീച്ഛസി പരാങ്കതിം. യദീ പരാങ്കതിം ഇച്ഛസി ചേത്. നീ പരമാത്മപ്രാപ്തി ആഗ്രഹിക്കണ്ടെങ്കിൽ, നീ പരമമായ സത്യം അറിയാൻ ആഗ്രഹിക്കണ്ടെങ്കിൽ, നീ സംസാരത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കണ്ടെങ്കിൽ, പരഗതിയെ ആഗ്രഹിക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്വമുഖേന, വല്ലവരെ കൊണ്ട് വായിച്ച് കേട്ടാൽ പോരാ, അവനവൻ സ്വയം ഇരുന്ന ആ ഭാഗവതം മേടിച്ചു വരെ വെച്ചിട്ട് ഒരു ശ്ലോകം വായിക്കുക ദിവസം. ഇല്ലേ? ശ്ലോകാർത്ഥം ശ്ലോകെങ്കിലും വേണ്ട, ഇല്ലെങ്കിലോ പാദം വാ 1/4 ശ്ലോകെങ്കിലും, അത്രയെങ്കിലും പറയാ. ആർക്കാ സാധിക്കാത്തത്? ഒരധ്യായം വായിക്കണം എന്ന് പറഞ്ഞില്ല ദിവസം. ഒരു ശ്ലോകെങ്കിലും വായിക്കാമോ ദിവസം? ശ്ലോകെങ്കിലും, ഒരു 1/4 ശ്ലോകെങ്കിലും സ്വന്തം മുഖം കൊണ്ട് അവനവൻ തന്നെ വായിക്കുക. എന്നാലോ ആ ഭാഗവത പാരായണം, അതായത് തുടങ്ങിയാൽ മതി. അങ്ങനെ ക്രമേണ അതിൽ രുചി വരും. അങ്ങനെ ആ ഭാഗവത പഠനം തന്നെ നമ്മളെ പരമഗതിയെ തന്നെ അനുഗ്രഹിക്കും. ഇനി പറയണു 16 കാര്യങ്ങൾ സമമാത്രേ, ഒരുപോലെ അത്രേ, ഒട്ടും വ്യത്യാസമില്ല. ഏതൊക്കെയാ? വേദാദിച്ച വേദങ്ങളുടെ ആദി, പ്രണവം, ഓങ്കാരം. വേദമാതാവ് ഗായത്രി. പൗരുഷം സൂക്തം, പുരുഷ സൂക്തം വേദത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട സൂക്തമാണ്. ത്രയിച്ച വേദങ്ങൾ. ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ദ്വാദശാക്ഷരം, ഭഗവാന്റെ പുണ്യമേറിയ ദ്വാദശാക്ഷര മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായുള്ള മന്ത്രം, മഹാമന്ത്രം. പ്രയാഗം, സംവത്സര രൂപിയായ കാലം, ബ്രാഹ്മണൻ, അഗ്നിഹോത്രം, പശു, ദ്വാദശി തിഥി, തുളസിയെ വെള്ളക്കൊഴുത്ത് പരിപാലിക്കുക, ഗോസേവ ചെയ്യുക, വസന്ത ഋതു,
ഭഗവാൻ, പുരുഷോത്തമ ഭഗവാൻ, നാരായണ ഭഗവാൻ. ഏതേഷാം തത്വത പ്രാജ്ഞൈഹി ന പൃഥക്ഭാവ ഇഷ്യതേ. ഈ 16 പേർക്കും അല്ലെങ്കിൽ 16 എണ്ണത്തിനും അന്യോന്യം ഭേദമില്ല, ഒരേ മഹിമയുള്ളത്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം അർത്ഥത്തോ അനിഷ്ടത്തോടുകൂടി ദിവസവും വായിക്കുന്നത് ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയ. അറിഞ്ഞോ അറിയാണ്ടോ കോടി ജന്മങ്ങളിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടിൽ ഉണ്ടാവുമല്ലോ പാപം, അത് മുഴുവൻ തീർന്നു കിട്ടും. അറിയാണ്ടും ചെയ്ത പാപങ്ങൾ മുഴുവനും നശിക്കും. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേ ഭാഗവതം ചേഹ നിത്യം പുണ്യമവാപ്നോതി രാജസൂയ അശ്വമേധയോ. സ്വയം ഈ ഭാഗവതം ഒരു ശ്ലോകമോ അരശ്ലോകമോ കുറച്ചെങ്കിലും നിരന്തരം എന്നും വായിക്കുമെങ്കിൽ അവന് രാജസൂയവും അശ്വമേധവുമൊക്കെ ആയ യാഗങ്ങൾ നടത്തിയാൽ, വിധിപ്രകാരം അശ്വമേധം നടത്തുക കുഴപ്പമില്ല, ഈ രാജസൂയൊക്കെ നടത്തുക, അങ്ങനെയുള്ള യാഗം നടത്തിയാൽ ഉണ്ടാകുന്ന ഫലം കിട്ടും. ഭാഗവതം വായിച്ചാൽ മതി, പാപം തീരെ മാത്രമല്ല പുണ്യം ഇപ്പുറത്ത് ബാങ്കിൽ വരികയും ചെയ്യും. ഈ അക്കൗണ്ട് ക്ലിയർ ആവും, ഈ അക്കൗണ്ട് നിറയുകയും ചെയ്യും. നല്ല ആൾക്കാർ ആഗ്രഹിക്കണത് അതെ. ഉക്തം ഭാഗവതം നിത്യം കൃതഞ്ച ഹരിചിന്തനം തുളസി പോഷണം ജൈവ ധേനൂനാം സേവനം സമം. എല്ലാ ദിവസവും ഈ ശ്രീമദ് ഭാഗവതം പഠിക്കുക. ഭഗവാൻ ശ്രീഹരിയുടെ, കൃഷ്ണന്റെ രൂപത്തെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ രൂപത്തെ ധ്യാനിക്കുക. തുളസിയെ ധാരാളം വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിക്കുക, പ്രദക്ഷിണ നമസ്കാരമൊക്കെ ചെയ്ത് ധാരാളം പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് ഗോസേവ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ ഭഗവാന് വളരെയധികം സന്തോഷമാവും. ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ്. അന്തകാലേതു ഏനൈവ ശ്രൂയതേ ശുഖശാസ്ത്രവാക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോ വിപ്രയച്ഛതി. മരണസമയത്ത് ആരാണോ ഈ ഭാഗവതം കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവുന്നത്, മരണസമയത്ത് ആർക്കെങ്കിലും ഭാഗവതം കേൾക്കണം തോന്നണമെന്നാവും അതല്ലേ, ബോധത്തോടിട്ട്. എന്നിട്ട് അത് ഭാഗവതം കേട്ടിട്ട് ആരാണോ മരിക്കുന്നത് അവർ നേരെ വൈകുണ്ഠ ലോകത്തിൽ പോകും. ഗോവിന്ദോഭിപ്രയച്ഛതി. ഗോവിന്ദൻ ഭഗവാനെ, ആ ഭക്തനെ നേരെ തൻ്റെ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നത്. ഇവിടെ വൈശ്രവണത്ത് രാമൻ നമ്പൂതിരി നേരെ വലിയൊരു മഹാത്മാവുണ്ടായിരുന്നു, നമ്മുടെ പാലക്കാട്ടുകാർക്കറിയാം. ഇല്ലേ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം പ്രഭാഷണം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ കേമനായിട്ടുള്ള ആൾ, മഹാനാണ്. ഭാഗവത്തിന് ഒന്നാന്തരം ഒരു വ്യാഖ്യാനം എഴുതിയ അദ്ദേഹം, ഒരു ജീവൻ മുക്ത മഹാത്മാ. അദ്ദേഹം ഈ അംബികാപുരത്ത് അമ്പലത്തിൻ്റെ പിറകിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്ന സമയത്ത് മനുഷ്യയിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയി. അദ്ദേഹം ധാരാളം കുട്ടിക്കാലത്ത് പ്രഭാഷണം കേട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ അടുത്ത് ചെന്ന ഉടനെ അദ്ദേഹം എന്നോട് എന്താ പറഞ്ഞറിയുമോ, ഏകാദശി ഒന്ന് വായിച്ച് കേൾപ്പിക്കുമെന്ന്. നല്ല ബോധമുണ്ട്, കിടക്കാന്ന് മാത്രം, എനിക്കാനൊന്നും വയ്യ. ഉടനെ അവിടെ നിന്ന് കുറേ ഏകാദശം വായിച്ച്, ഭാഗവത്തിലെ യുദ്ധോപദേശം വായിച്ച് കേൾപ്പിക്കും, ഏകാദശ സ്കന്ധം. നോക്കൂ, തോന്നേണ്ടത് ഇത് വായിച്ചപ്പോൾ ഓർമ്മ വരിക എനിക്ക്. മരണസമയത്ത് ഭാഗവതം കേൾക്കണം തോന്നുക. ആ ഭാഗവതം കേട്ടുകൊണ്ട് മരിക്കാൻ പറ്റിയ നേരെ വൈകുണ്ഠത്തിലാണ് പോണേ. അപ്പോൾ വൈശ്രവണത്തെ എവിടെ എത്തിണ്ടാവുക? സംശയമൊന്നുമില്ല. വൈശ്രവണത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം മുറിയാതെ വായിന്ന് വന്നുകൊണ്ടിരിക്കും. വർത്താനം പറയുകയാണെങ്കിൽ അപ്പം അത് മുറിഞ്ഞു. അത് കഴിഞ്ഞാൽ വീണ്ടും ഭാഷണം കഴിഞ്ഞാൽ ഉടനെ ഹരേ രാമ. ഇതിങ്ങനെ അനുസ്യൂതം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിനെ കണ്ടിട്ടുള്ളവർക്കറിയാം. അത്ര വലിയൊരു മഹാത്മാ. അവസാനം ഭാഗവതം കേട്ടിട്ട്, അതും ഏകാദശം കേട്ടുകൊണ്ട് ഭഗവാൻ എവിടേക്ക് പോവുക? പറയണു വൈകുണ്ഠം ഗോവിന്ദം കൊടുക്കുക ആ ഭക്തന്. ഹേമസിംഹയുധം ചെയ്തത് വൈഷ്ണവായതാദിയ കൃഷ്ണേന സഹ സായുജ്യം സപുമാൻ ലഭതേ ധ്രുവം. സ്വർണം കൊണ്ട് ഒരു സിംഹാസനം ഉണ്ടാക്കിയിട്ട്, ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഭാഗവതം വെച്ച് ഒരു വിഷ്ണു ഭക്തന് ദാനം ചെയ്തു എന്ന് വിചാരിച്ചാൽ, ധനവാന്മാർക്കേ പറ്റുള്ളൂ, ധനവാന്മാർക്ക് പലതും കൊടുക്കാമല്ലോ, അങ്ങനെ കൊടുത്തു വെച്ചാൽ അവൻ മരണാനന്തരം ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചേർന്ന് സായുജ്യ മുക്തിയെ പ്രാപിക്കും. ഇങ്ങനെ ഭാഗവതത്തിൻ്റെ മഹിമ ഒരു വശത്ത് പറഞ്ഞു. നോക്കൂ, 2 തരത്തിലുണ്ടല്ലോ. ഒന്ന്, ഇത് ചെയ്താലുള്ള ഗുണം. 2, ചെയ്യാതെ പോയാലുള്ള നഷ്ടം. രണ്ടും പറയുമ്പോഴാണല്ലോ അതിനൊരു ഇമ്പോർട്ടൻസ് മഹിമ തോന്നുക. ആജന്മ മാത്രമവി ഏന ഷഠേന കിഞ്ചിൽ ചിത്തം വിധായ ശുഖശാസ്ത്ര കഥ ന പീത. ജനിച്ചിട്ട് മരിക്കണേ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭാഗവതം വായിക്കാനോ കേൾക്കാനോ സംഗതി വന്നില്ല, ഭാഗ്യം ഉണ്ടായില്ല എന്നിരിക്കട്ടെ ഒരാൾക്ക്, എന്താ ഉണ്ടാവുക? അവന്റെ ജന്മം ചണ്ടാലന്റെ ജന്മം പോലെ, ഖരവത് കഴുതയുടെ ജന്മം പോലെ പരമപുരുഷാർത്ഥത്തിന് ഉപയോഗമാകാതെ വ്യർത്ഥമായി നഷ്ടപ്പെട്ടു.
അവന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ഉണ്ണി ഉണ്ടാവാൻ അമ്മ എത്ര കഷ്ടം അനുഭവിക്കണ്ടല്ലേ. മിഥ്യാസ്വ ജന്മ ജനനി ജനി ദുഃഖബാജ. ആ അമ്മയ്ക്ക് ദുഃഖം കൊടുക്കാൻ വേണ്ടി മാത്രമുണ്ടായ ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് വേണം പറയാൻ. ഗർഭവാസകാലം എത്ര ദുഃഖമുണ്ട് അമ്മയ്ക്ക്. പ്രസവ ദുഃഖം, ക്ലേശം, ആ ഉണ്ണിയെ കുട്ടിയെ വളർത്താനും പരിപാലിക്കാനുള്ള ക്ലേശം, ഈ ക്ലേശം മാത്രം ആ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു കുട്ടി എന്ന് വേണം പറയാൻ. ആ അമ്മയ്ക്ക് പോലും ധന്യത വരുന്നപ്പോഴാ തൻ്റെ മക്കള് ഭാഗവതമൊക്കെ കേട്ട് ഭഗവത് പദം പ്രാപിക്കുമ്പോഴാ. ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നൊക്കെയാണ് പറയണത്. പിറന്ന മണ്ണ്, ആ നാടിന് ആ ധന്യതയുണ്ടാവണത്, ആ അമ്മ കൃതാർത്ഥയാവണത് മക്കള് ഭഗവത് പദം പ്രാപിക്കുമ്പോഴാ. അതിന് പറ്റിയ ജന്മം കിട്ടി. എന്നിട്ട് ഭാഗവതം ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കാതെ മരിച്ചു പോയിച്ചാൽ പരമപുരുഷാർത്ഥമാകുന്ന ഭഗവത് പദം പ്രാപിക്കാൻ കിട്ടിയ സുവർണാവസരത്തെ നഷ്ടപ്പെടുത്തി അവൻ ചണ്ടാലനെ പോലും കഴുതയുമായിരിക്കും. അതുപോട്ടെ, അവൻ്റെ അമ്മയ്ക്ക് ദുഃഖം മാത്രം കൊടുക്കാൻ വേണ്ടി പിറന്നവരാണ്. ഇങ്ങനെ ആര് പറയണു? ദേവസമാജ മുഖ്യ, ദേവശ്രേഷ്ഠന്മാരാ പറയണത്. എന്താ കാരണം? അവർക്ക് അനുഭവമുണ്ട്. അവർ വന്നത് ആ ഭാഗവതം ഒന്ന് പറഞ്ഞ് തരാമെന്നറിയാൻ വേണ്ടി പരീക്ഷത്തിൻ്റെ അടുത്തേക്ക്, അല്ല പരീക്ഷത്തിന് ഗംഗാതീരത്ത് ഉപദേശിക്കുമ്പോൾ ശുഗമഹർഷി പറഞ്ഞപ്പോൾ കോളു തരില്ല എന്ന് അല്ലേ. ഇപ്പൊ ദേവലോകത്തിലെ ദേവന്മാർക്ക് പോലും കിട്ടാൻ സൗഭാഗ്യമില്ലാത്ത ശ്രീമദ് ഭാഗവതം മനുഷ്യന് സുലഭമായി കേൾക്കാൻ അവസരമുണ്ടായിട്ടും അതിനെ കേൾക്കാതെ പ്രയോജനപ്പെടുത്താതെ ജന്മസാഫല്യം അടയാതെ മരിച്ചു പോകുന്നവരുടെ അവസ്ഥ കഷ്ടം എന്ന് പറയണു ദേവസമാജ മുഖ്യ, ദേവശ്രേഷ്ഠന്മാര്. ജീവച്ഛവോ നിഗതിത സതു പാപകർമ്മ. എന്താ അങ്ങനെ അവന് മനസ്സ് വരാതിരിക്കുന്നത്, കേൾക്കാൻ തോന്നാതിരിക്കുന്നത്? പാപത്തിന്റെ ശക്തി കൊണ്ട്. അവൻ ജീവിക്കുകയാണോ? അല്ലല്ല, ഭാഗവത ശ്രവണമോ പഠനമോ ഒന്നും ചെയ്യാതെ അതിൽ മനസ്സിരുത്താതെ കഴിയുന്ന ആൾക്കാര് എങ്ങനെയുള്ളവരാ? ജീവച്ഛവ, ജീവൻ മൃതൻ, ജീവിച്ചിരിക്കണമെന്ന് മാത്രം. തം നരം. എന്ത് മനുഷ്യനാവൻ? അവൻ മനുഷ്യനാ ചോദിക്കുക ദേവന്മാര്. ഒരു മനുഷ്യനവൻ? പശു സമം, മൃഗതുല്യൻ. മൃഗതുല്യനാണ്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചതിന് തുല്യനാണ്. ഇങ്ങനെ അവനെ അധിക്ഷേപിക്കുന്നു അത്ര ദേവന്മാര്. അപ്പോൾ നേരത്തെ ചെയ്ത വാജപേയം അശ്വമേധം നടത്തിയ പുണ്യം കിട്ടുന്നു പറഞ്ഞു, കൃഷ്ണനോട് കൂടി സായുജ്യം കിട്ടുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള ഭാഗവതം കേൾക്കാൻ പാപശക്തി കൊണ്ട് സാധിക്കാതെ മരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരം. അതുകൊണ്ട് എന്ത് പറയണു ചുരുക്കത്തില്? ദുർലഭൈവ കഥാലോകേ ശ്രീമദ് ഭാഗവതോത്ഭവ കോടിജന്മസമുദ്ധേന പുണ്യേനൈവ ദുലഭ്യതേ. വളരെ വളരെ ദുർലഭമാണ് ഈ ഭൂമിയില് ശ്രീമദ് ഭാഗവത ശ്രവണത്തിനും പാരായണത്തിലും ശ്രദ്ധയുണ്ടാവാൻ. നടക്കണ്ടാവും അവിടെ. നമുക്കത് കേൾക്കണം തോന്നണ്ടേ, നമുക്കൊന്ന് വായിക്കണം തോന്നണ്ടേ, ആ ശ്രദ്ധ വരണ്ടേ. കോടി ജന്മസമുദ്ധേന പുണ്യേന, കോടി ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലം കൊണ്ടാണ് ഒരാൾക്ക് ഭാഗവത്തിൽ ശ്രദ്ധ വരണത്. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നത ദിനാനാം നിയമോനാസ്തി സർവദാ ശ്രവണം നമം. ഇവർ പൊളിറ്റീഷ്യൻസ് അല്ല. അപ്പോൾ ഇലക്ഷൻ്റെ കാലം വോട്ട് വാങ്ങാൻ വരും ആൾക്കാർ. വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങൾ തരും അല്ലേ, പൊള്ളയായ വാഗ്ദാനങ്ങൾ. അത് ഞാൻ മറക്കും. എന്നാൽ സനകാദി മഹർഷിമാർക്കൊന്നും ഇങ്ങനെ പൊള്ളയായ വാഗ്ദാനം എന്നിട്ട് ആവശ്യമില്ല. ഉണ്ടോ? അപ്പൊ അവർ പറയണ വാക്യം നമുക്ക് വിശ്വസിക്കാം എന്നർത്ഥം. പറയണു, യോഗനിധേ ധീമൻ, ബുദ്ധിമാനും യോഗിയുമായിട്ടുള്ളതായ നാരദ മഹർഷിയെ സാ പ്രയത്നത ശ്രോതവ്യ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മഹിമയേറിയ ശ്രീമദ് ഭാഗവത കഥ എത്ര പ്രയത്നം പെട്ടും, കുറച്ചൊക്കെ പ്രയത്നം ചെയ്യാൻ കുറച്ച് എഫർട്ട് വേണ്ടി വരും, കുറച്ച് കഷ്ടം വേണ്ടി വരും. അങ്ങനെ പ്രയത്നിച്ചും ഈ ശ്രീമദ് ഭാഗവതം കേൾക്കണം. ദിനാന നിയമോ നാസ്തി. ഇത്ര ദിവസം കൊണ്ടൊന്നുമില്ല, ഇത്ര പ്രാവശ്യമൊന്നുമില്ല, എപ്പോഴും എന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. പറ്റും പോലെയൊക്കെ സർവദാശ്രവണം മതം, എന്നും എപ്പോഴും കേൾക്കണം എന്നാണ് സജ്ജനങ്ങളുടെ അഭിപ്രായം. പക്ഷെ എങ്ങനെ കേൾക്കണം? എല്ലാത്തിനും ഉണ്ടല്ലോ ഉത്തമത്തിന് ഉത്തമഫലം, ഉത്തമം മധ്യമം, അങ്ങനെ അതമല്ലേ. സത്യേന ബ്രഹ്മചര്യേണ സർവദാശ്രവണം മതം. അശക്യത്വാൽ കലോ ബോധ്യോ വിശേഷോത്ര ശുഗാജ്ഞയ. സത്യം, യഥാർത്ഥ ഭാഷണം, കളവ് പറയാതെ. ബ്രഹ്മചര്യേണ, ബ്രഹ്മചര്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷ സംഘമില്ലാതെ ആ ബ്രഹ്മചര്യം പരിപാലിച്ചുകൊണ്ട് ഈ രണ്ട് വ്രതങ്ങളോട് കൂടിയിട്ട് എപ്പോഴും കേൾക്കണം എന്നാണ് സജ്ജനങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഈ കലിയുഗത്തിൽ ഈ വ്രതം അനുഷ്ഠിക്കൽ എപ്പോഴും വിഷമമായതുകൊണ്ട് ഭാഗവത ആചാര്യനായ ശുഗമഹർഷി തന്നെ ഒരു വിശേഷ വിധി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തി. നോക്കൂ, ശിശുബ്രഹ്മർഷിയാണ്
ഇത് എല്ലാ കലികാലത്തിലെ ആൾക്കാർക്ക് എന്നും ഈ പ്രധാന നിഷ്ഠയോടുകൂടിയൊക്കെ കേൾക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഭാഗവത സപ്താഹമായിട്ട് കേൾക്കാനുള്ള ആ വിധി ഉണ്ടാക്കിയതെന്ന്. മനോവൃത്തി ജയം ജൈവ നിയമ ആചരണം തഥാ ദീക്ഷാം കർത്തും അശക്യത്വാത് സപ്താഹശ്രവണം മതം. എപ്പോഴും കേൾക്കേണ്ടതാണ്. അതിങ്ങനെയൊക്കെ സത്യത്തോടും ബ്രഹ്മചര്യത്തോടും കൂടി കേൾക്കേണ്ടതെന്നുള്ളത് ഈ കലികാലത്തിൽ എപ്പോഴും പറ്റാത്തത് കൊണ്ട് വിശേഷവിധി ആചാര്യൻ നിശ്ചയിച്ചു. മനസ്സിനെ നിയന്ത്രിക്കൽ വിഷമല്ലേ, കാറ്റിനെ പിടിച്ചു കെട്ടാം, പക്ഷെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നല്ലേ അർജുനൻ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനോട്. അതെ, വായോരുവ സുദുഷ്കരം. അങ്ങനെയുള്ള മനസ്സിനെ, ചഞ്ചലമായ മനസ്സിനെ എങ്ങനെ ജയിക്കാൻ പറ്റും, എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? പിന്നെ പല പല ഇനിയും 6-ാമത്തെ അധ്യായത്തിൽ നിയമങ്ങൾ പറയാമുണ്ട്. അതൊക്കെ ആചരിക്കൽ വളരെ ക്ലേശമായതുകൊണ്ട് സപ്താഹശ്രവണം മതം, 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കുക. അപ്പം 7 ദിവസം കുറേ ഇതൊക്കെ നിയന്ത്രിച്ചാൽ മതിയല്ലോ. എന്നും പറ്റിയില്ലെങ്കിലും അങ്ങനെ ഇങ്ങനെയും കേൾക്കുമെന്ന് പറഞ്ഞു. മനസ്സശ്ച അജയാത്, പിന്നെയുണ്ട് മനസ്സിനെ ജയിക്കാൻ പ്രയാസമായതുകൊണ്ടും രോഗാത്, പല പല രോഗങ്ങൾ വന്ന് ബാധിക്കാലോ. അപ്പം എന്നും വായിക്കലും എന്നും കേൾക്കലും മുടങ്ങിപ്പോവാലോ. രോഗങ്ങൾ ഉണ്ടായാൽ രോഗബാധ കൊണ്ട്. മാത്രമല്ല പുംസാം ആയുഷക്ഷയാത്, ആയുസ്സിൻ്റെ ക്ഷയം കൊണ്ടും. ആയുസ് എപ്പോൾ നശിക്കുമെന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലേർ ദോഷബഹുത്വാച്ച, ഇതൊന്നും ഉണ്ടായില്ല വെച്ചാലും കലിയിൽ ഒരുപാട് വിഘ്നങ്ങളും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നമ്മൾ ഭാഗവതം എന്ന് വിചാരിച്ചാൽ മതി, ഏതൊരു നല്ല കാര്യത്തിനും പുറപ്പെടണം തടസ്സങ്ങൾ വരും. ഭാഗവതം എന്തൊക്കെ കേട്ടിട്ട് നാളെ മുതൽ, ഇന്ന് മുതൽ, നാളെ എന്ന് വിചാരിക്കാൻ പാടില്ല, ഇന്ന് മുതൽ ഡോ ഇറ്റ് നൗ എന്നാണ്. ഇന്നാണ് നല്ല മുഹൂർത്തം, ഇന്നാണ് നല്ല ദിവസം. നാളെ എന്ന് പറഞ്ഞാൽ പോയി, നിങ്ങളെ ഇന്ന് മുതൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ, ഇതിങ്ങനെ പലതും വരും. കലിയിൽ ദോഷ ബഹുത്വം അനേകം ഉണ്ടാവും. ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്നും എന്ന് വെച്ചാൽ നടന്നു വരില്ല അല്ലേ. അതുകൊണ്ട് സപ്താഹ ശ്രവണ മതം, അതുകൊണ്ടും സപ്താഹമായിട്ട് കേൾക്കൂ എന്ന് ശ്രീശുക ബ്രഹ്മർഷി നമ്മളോട് നിർദ്ദേശിച്ചു. യത് ഫലം നാസി തപസ ന യോഗേന സമാധിന അനായാസേന തത്സർവം സപ്താഹശ്രവണേ ലഭേത്. പറയണു, എന്തിനാ തപസ് ചെയ്യുന്നത്, എന്തിനാ ധ്യാനവും അതുപോലെ യോഗവും സമാധിയൊക്കെ പരിശീലിക്കണത്? ഇതൊക്കെ ഭഗവത് സാക്ഷാത്കാരത്തിനാ അല്ലേ. ഇതൊക്കെ വളരെ പ്രയാസമുള്ളതാ അനുഷ്ഠിക്കാൻ. ഇങ്ങനെ പ്രയാസമുള്ളതും കഷ്ടമുള്ള തപസ്സും യോഗവും സമാധിയും ഒക്കെ ചെയ്ത് ഏതൊരു ഫലമാണോ, ഏതൊരു പരമാത്മപ്രാപ്തിയാണോ ഒരാൾ ആഗ്രഹിക്കുന്നത്, ആ പരമപുരുഷാർത്ഥമാവുന്ന ഭഗവത് പ്രാപ്തി അനായാസേന, അതൊക്കെ ആയാസമുണ്ട്, ക്ലേശത്തോടുകൂടിയാണ് ചെയ്യാൻ. ഇതൊരു പ്രയാസമില്ലാതെ അനായാസമായിട്ട് അതൊക്കെ കിട്ടും ശ്രീമദ് ഭാഗവത് സപ്താഹശ്രവണം കൊണ്ട്. അപ്പോൾ ഭാഗവത്തിൻ്റെ മഹിമയും സപ്താഹശ്രവണ വിധിയും അതിൻ്റെ മഹിമയും പറയുന്നു. യജ്ഞാത് ഗർജതി വക്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോച്ചൈഹി തീർത്ഥാൻ നിത്യം ഹി ഗർജതീം. ഭാഗവതം സപ്താഹം ഉച്ചൈസ്തരം വിളിച്ചു പറയണു, ഗർജിക്കുന്നു. യജ്ഞാനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, തപസ്, തീർത്ഥസ്ഥാനം, തീർത്ഥാടനം, പുണ്യകർമ്മങ്ങൾ, ഇതിനേക്കാളൊക്കെ ഉത്കൃഷ്ടമാണ് ഭാഗവത സപ്താഹം. യോഗാത് ഗർജി സപ്താഹ, യോഗസാധനകൾ, ധ്യാനം, ജ്ഞാനസാധനകൾ, ഇതിനേക്കാളൊക്കെ ഉത്കൃഷ്ടം ജ്ഞാനാണെന്ന് ഭാഗവത സപ്താഹം ഉച്ചൈസ്തരത്തിൽ പറയുന്നു. അതുകൊണ്ട് സപ്താഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ വയ്യ. മറ്റേതനുഷ്ഠാനങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ശ്രീമദ് ഭാഗവത സപ്താഹമാണ്. കിം ബ്രൂമോ ഗർജനം തസ്യ രേരേ ഗർജരി ഗർജരി. എന്ത് പറയാൻ നാരദ മഹർഷിയെ ഈ ഭാഗവത സപ്താഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് എന്ന് ചോദിക്കുക സനകാദി മഹർഷിമാർ. ശൗനകാദി മഹർഷിമാരോടാണല്ലോ സൂതൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശൗനക മഹർഷി പറയാ, സാശ്ചര്യമേത കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദി സൂചകം. എന്ത് ആശ്ചര്യം തന്നെ, കേൾക്കും തോറും ആശ്ചര്യം തോന്നണു. ഇങ്ങനൊരു ഗ്രന്ഥം, ഇങ്ങനൊരു പുരാണം എത്രയോ ഗ്രന്ഥങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ട് ഇത്ര അനായാസേന മുക്തി കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ളത്. ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം മുതലായ സാധനങ്ങളൊന്നും തന്നെ ഈ ഭാഗവത സപ്താഹ ശ്രവണത്തെ പോലെ സുഗമമായി മോക്ഷത്തെ സാധിപ്പിക്കണില്ല, തരണില്ല എന്നല്ലേ പറഞ്ഞത്. അതാണല്ലോ ഈ ഇത്രയും പറഞ്ഞ താല്പര്യം. അത്ര മാഹാത്മ്യമുള്ളതും യോഗം, ജ്ഞാനം ഇത്യാദികളൊക്കെ അതിൻ്റെയൊക്കെ ഫലത്തെ കൊടുക്കുന്നതുമായ ഈ ശ്രീമദ് ഭാഗവത്ര മഹിമയുണ്ടാവാൻ എന്താ കാരണം എന്നൊന്ന് പറഞ്ഞു തരാമോ? മറ്റൊരു ഗ്രന്ഥത്തിലില്ലാത്ത മഹിമ ഈ ഭാഗവത്തിനുണ്ടായത് എങ്ങനെ എന്നറിയാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നാളെ നമുക്ക് ഭാഗവത്തിന് ഇത്ര മഹിമ വന്നു എന്ന് ഭഗവാൻ തന്നെ സാക്ഷാൽ പരമാത്മ
ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചു. ആ കൃഷ്ണ ഭഗവാൻ സ്വയം ഭാഗവതത്തിൽ വന്നിരിക്കുക. അങ്ങനെ പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം. എന്നാൽ ഭാഗവതത്തിൻ്റെ സവിശേഷത ഇനിയും ഇങ്ങനെ ഭാഗവതത്തിൻ്റെ മഹിമ കേൾക്കുമ്പോഴേ നമുക്കത് ശ്രദ്ധ വരിക. ഈ ഭാഗവതം വായിക്കണം, ദിവസവും കേൾക്കണം, പഠിക്കണം. ആദ്യം വായിക്കണം, കേൾക്കണം, ആദ്യം കേൾക്കണം, പിന്നെ വായിക്കണം, പിന്നെ അർത്ഥത്തോട് പഠിക്കണം എന്നൊക്കെ മോഹം ഉണ്ടാവും. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.